വേട്ടക്കാരി അധ്യായം 21. മിഴിഞ്ഞുപോയ കണ്ണുകളോടെ സൂര്യകാന്തി ഒരു നിമിഷം നിന്നു. പിന്നെ മെല്ലെ വിളിച്ചു, അമ്മുവേ. അപ്പോൾ നീ പണി പറ്റിച്ചു അല്ലേടി? പുലി അത് മനസ്സിലാക്കിയതുപോലെ ഒന്ന് മുരണ്ടു. എന്നാൽ കുഞ്ഞുങ്ങൾ സൂര്യകാന്തിയെ കണ്ടതും ഭയന്ന് തള്ളയുടെ പിന്നിലൊളിച്ചു. അച്ഛാ! അധികം ഒച്ചുയർത്താതെ സൂര്യകാന്തി പരമശിവയെ വിളിച്ചു. അയാൾ വിളി കേട്ടു. ഇങ്ങോട്ടൊന്ന് വന്നേ അച്ഛാ, ഒരു കാര്യം കാണിക്കാം. പരമശിവ വന്നു. മുന്നിലെ കാഴ്ച കണ്ട് അയാളും അത്ഭുതം കൂറി. വേട്ടയ്ക്ക് പോകുന്ന കാലത്ത് ഇത്തരം കാഴ്ചകൾ അയാളുടെ കണ്ണിൽ ഉടക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ സൂത്രത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടേയുള്ളൂ. പെറ്റുകിടക്കുന്ന പുലി കൂടുതൽ അപകടകാരിയാണെന്ന് അയാൾക്കറിയാം. പക്ഷേ ഇവിടെ കാന്തി, ഇതാകെ പ്രശ്നമാകുന്ന മട്ടുണ്ട്. ഇവറ്റകളെല്ലാം കൂടി ചാടിക്കളിച്ചു പോകുന്നത് ആരുടെയെങ്കിലും കണ്ണിൽപ്പെടാൻ സാധ്യത കൂടുതലാ. അയാളുടെ മുന്നറിയിപ്പ് കേട്ടപ്പോൾ സൂര്യകാന്തി ഒന്ന് മൂളി. ഓമനത്തം തുളുമ്പുന്ന പുലിക്കുട്ടികളെ എടുത്ത് മടിയിൽ വെച്ച് കൊഞ്ചിക്കാൻ അവൾക്ക് ആഗ്രഹം തോന്നി. ഇറച്ചി മുന്നിൽ വെച്ചിട്ട് അവൾ പുലിയുടെ അടുത്തിരുന്ന് അമ്മുവിന്റെ ശിരസിൽ ഒന്ന് തടവി. അമ്മോ കണ്ണുകൾ അടച്ചു തുറന്നു. പിന്നെ ഒരു കഷ്ണം ഇറച്ചി കടിച്ചെടുത്ത് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് നീക്കി വെച്ചു. അവ പക്ഷേ സൂര്യകാന്തിയെ നോക്കി ഭയത്തോടെ ഇരുന്നു. അപ്പോൾ അമ്മോ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചു. അടുത്ത നിമിഷം 3 പുലിക്കുഞ്ഞുങ്ങളും കൂടി ആ ഇറച്ചിയിൽ കടിച്ചു. പിന്നെ ഓരോ ഭാഗം കടിച്ചു വലിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ചാടി. യാതൊരു തിടക്കവും കൂടാതെ അമ്മവും ഇറച്ചി തിന്നുകൊണ്ടിരുന്നു. പുലിക്കുഞ്ഞുങ്ങൾ 3 പേരും കൂടി ഇറച്ചി കടിച്ചു കീറുന്നത് കൗതുകത്തോടെ സൂര്യകാന്തി നോക്കി. പോലീസ് സ്റ്റേഷൻ. റേഞ്ചർ കാരണവർ കേശവും വക്കീലും ഒരു പക്ഷത്തും CI സത്യനാഥും SI ബാഹുലേയനും മറുപക്ഷത്തുമായി വാഗ്വാദം നടക്കുകയാണവിടെ. നിങ്ങളിപ്പോ എന്തു പറഞ്ഞാലും സണ്ണിമോനെ ഞാൻ ജാമ്യത്തിൽ വിടുന്ന പ്രശ്നമില്ല, CI തീർത്തു പറഞ്ഞു. മാത്രമല്ല ഇപ്പോ കോടതി സമയം കഴിയുകയും ചെയ്തു. എങ്കിൽ നിങ്ങൾക്കിയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കാമല്ലോ. ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം, വക്കീൽ തർക്കിച്ചു. അങ്ങനെ കൊണ്ടുപോകാൻ ഇവൻ VVIP ഒന്നുമല്ലല്ലോ, സത്യനാഥ് പുച്ഛിച്ചു. പിന്നെ ഇവനെ ഇവിടെ ഇട്ട് ഇടിച്ചു പിഴിഞ്ഞ് സത്യം തെളിയിക്കാനാണോ നിങ്ങളുടെ പദ്ധതി? കാരണവർ കേശവ് പല്ല് കടിച്ചു. ചെയ്യാത്ത കാര്യം സണ്ണിമോന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കല്ലേ സത്യനാഥേ, അത് തനിക്ക് ദോഷം ചെയ്യും. സത്യനാഥ് ചിരിച്ചു. ഇവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കാരണവർക്കെങ്ങനെ അറിയാം? സസ്പെൻഷനിൽ കഴിയുന്ന ഇയാൾക്കിപ്പോഴും ഫോറസ്റ്റ് ഓഫീസുമായി എന്താ ബന്ധം? ആ ചോദ്യത്തിന് മുന്നിൽ കാരണവർ ഒന്ന് പരുങ്ങിയെങ്കിലും പറഞ്ഞു, അതൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ ഇനി സണ്ണിമോനെ തല്ലിയാൽ കാരണവർ കൈ ചൂണ്ടി. മനസ്സിലായി. ജീപ്പ് ഡ്രൈവർ രാമസ്വാമിയുടെ അനുഭവമായിരിക്കും എനിക്കും എന്നല്ലേ ഉദ്ദേശിച്ചത്? സാരമില്ല, എന്നാലും എന്റെ പക്കൽ വേണ്ടത്ര തെളിവുകളുണ്ട്. കൊലപാതകം നടന്ന രാത്രിയിൽ ഇവന്റെ ബൈക്കിലുണ്ടായിരുന്നത് ആരാണെന്ന് അറിയണം. എനിക്കത് അറിഞ്ഞേ പറ്റൂ. CI സണ്ണിമോന്റെ നേർക്ക് തിരിഞ്ഞു. അത് നീ തുറന്നു പറയുന്ന നിമിഷം റേഞ്ചർ കാരണവർ കേശവും ഈ കേസിൽ മോശമല്ലാത്തൊരു സ്ഥാനത്തെത്തുമെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. നീ നാവ് പൂട്ടിയതിന്റെ കാരണവും അതുതന്നെയാ. പകയെരിയുന്ന നോട്ടത്തോടെ നിന്നതേയുള്ളൂ സണ്ണിമോൻ. അപ്പോൾ ശരി, നിങ്ങൾ നിന്ന് സമയം കളയണമെന്നില്ല, CI പറഞ്ഞു. എന്നിട്ട് SI ബാഹുലേയനെ നോക്കി. ഇവനെ ലോക്കപ്പ് ചെയ്തേര്, വാടാ. SI ക്യാബിന്റെ വാതിൽക്കലേക്ക് നടന്നു. പക്ഷേ സണ്ണിമോൻ നിന്നിടത്തു നിന്ന് അനങ്ങിയില്ല. നിന്നോടല്ലടാ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. CIയുടെ ശബ്ദം മുറുകി. കാരണവരെ ഒന്ന് നോക്കിയിട്ട് സണ്ണിമോൻ ബാഹുലേയന്റെ പുറകെ പോയി. അപ്പോൾ സത്യനാഥേ, നമുക്ക് ഒന്നുകൂടി കാണേണ്ടി വരും, കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് കാരണവർ തിരിഞ്ഞു. വക്കീൽ സാറ് വാ, ഇവനേക്കാൾ മുഴുത്ത എത്രയോ പോലീസുകാരെ ഞാൻ കണ്ടിരിക്കുന്നു. CIയെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അഡ്വക്കേറ്റും കാരണവർക്കൊപ്പം പോയി. CI സത്യനാഥ് DYSP ഇർഫാൻ മുഹമ്മദിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു. വരുന്ന രാത്രി അവസാനിക്കും മുമ്പ് അവന്റെ നാവിൽ നിന്ന് കൊലയാളിയെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയണം, DYSP നിർദ്ദേശിച്ചു. സാർ. സത്യനാഥ് കോൾ മുറിച്ചു. അടുത്ത ദിവസം രാത്രി മുഴുവൻ ചോദ്യം ചെയ്തെങ്കിലും ഡ്രൈവർ സണ്ണിമോൻ തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു. പോലീസിന്റെ CCTV ദൃശ്യങ്ങൾ അയാളെ കാണിച്ചെങ്കിലും മൂന്നാറിലേക്ക് ബൈക്കിൽ പോയത് താനല്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞു. ബൈക്കിന്റെ നമ്പർ സത്യനാഥ് സൂം ചെയ്ത് കാണിച്ചു. അപ്പോൾ തന്റെ ബൈക്കിന്റെ നമ്പർ മറ്റാരോ ഉപയോഗിച്ചതാവും എന്നായി സണ്ണിമോൻ. എന്തായാലും അടുത്ത ദിവസം അയാളെ കോടതിയിൽ ഹാജരാക്കി. സത്യനാഥ് തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്ന് സണ്ണിമോൻ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി കൊടുത്തു. അതിനാൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കസ്റ്റഡി അപേക്ഷ കോടതി തള്ളുകയും സണ്ണിമോന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. 2 ആൾ ജാമ്യവും 50,000 രൂപയുമായിരുന്നു കോടതി മുന്നോട്ട് വെച്ച ഉപാധി. ഒപ്പം ജില്ല വിട്ടു പോകരുതെന്ന് നിർദ്ദേശവും. സണ്ണിമോനെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസിന് വീണ്ടും അപേക്ഷ സമർപ്പിക്കാമെന്നും കോടതി പറഞ്ഞു. പക്ഷേ അതിന് ഈ CCTV ഫുട്ടേജ് മാത്രം പോരാ, വ്യക്തമായ എവിഡൻസ് ഹാജരാക്കണം. കോടതി മുറ്റത്ത് വെച്ച് സണ്ണിമോനും CI സത്യനാഥും മുഖാമുഖം കണ്ടു.
അയാൾക്കൊപ്പം അഡ്വക്കേറ്റും കാരണവർ കേശവും ഉണ്ടായിരുന്നു. സണ്ണിമോൻ കൈവിരലുകൾ പരസ്പരം കോർത്ത് ഒന്ന് മടക്കി. മരക്കൊമ്പ് ഒടിയുന്നത് പോലെ ഞൊട്ടകൾ കേട്ടു. മറക്കത്തില്ല ഞാൻ, കേട്ടോ സാറേ. എനിക്കിങ്ങോട്ട് തന്നതൊക്കെ തിരിച്ചു തരാതെ ഞാൻ ഉറങ്ങത്തുമില്ല. സണ്ണിമോൻ സിയയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഇനി നമ്മൾ കാണുന്നത് വരെ നിങ്ങൾക്ക് ആയുസ്സുണ്ടായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. സത്യനാഥ് മറുപടി പറയും മുമ്പ് സണ്ണിമോൻ വെട്ടിത്തിരിഞ്ഞു പോയി. സിയയെ നോക്കി പരിഹാസഭാവത്തിൽ നിന്ന് ചിരിച്ചിട്ട് കാരണവരും അഡ്വക്കേറ്റും അയാൾക്കൊപ്പം നടന്നു. തീ പിടിച്ചതുപോലെ അവരെ നോക്കി നിന്നു CI സത്യനാഥ്. രാത്രി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ റെജി ടി തോമസിനെ തന്റെ ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തി റേഞ്ചർ കാരണവർ കേശവ്. സണ്ണിമോനും ഉണ്ടായിരുന്നു അവിടെ. ഒരു ഗ്ലാസിൽ മദ്യം പകർന്ന് സോഡ കലർത്തി റെജി ടി തോമസിന്റെ മുന്നിലേക്ക് നീക്കി വെച്ചു സണ്ണി. സോറി, ഞാൻ മദ്യപിക്കില്ല സണ്ണി. കാരണവരെ കൂടി ഒന്ന് നോക്കിയിട്ടാണ് റെജി പറഞ്ഞത്. അത് കേട്ട് കാരണവർ പൊട്ടിച്ചിരിച്ചു. മദ്യപിക്കാത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോ, അതും ഈ തണുപ്പത്ത്? ഗ്ലാസിൽ അവശേഷിച്ചത് ഊറ്റിക്കുടിച്ചിട്ട് കാരണവർ ഒരു സിഗരറ്റ് ചുണ്ടുകൾക്കിടയിൽ തിരുകി. ലൈറ്ററിന്റെ നാളത്തിൽ അതിന് തീ പിടിപ്പിച്ചിട്ട് പുകയൂതി. സിഗരറ്റിന്റെ അഗ്രത്തിലെ തീ കാരണവരുടെ കണ്ണുകളിൽ തിളങ്ങുന്നത് റെജി ടി തോമസ് കണ്ടു. സാറെന്നെ വിളിപ്പിച്ചത്? റെജി തിരക്കി. പറയാം. കാരണവർ കസേരയിൽ നിവർന്നിരുന്നു. കോവിലൂരെ വസ്തു മുഴുവൻ ഉഴുതുമറിച്ചു അല്ലേ സാർ? എന്നിട്ടും തന്റെ അച്ഛന്റെ ഒരു നഖം പോലും കിട്ടിയില്ല? ഇല്ല സാർ. കാരണവരുടെ സംസാര രീതി ഒട്ടും ഇഷ്ടമായില്ല റെജി ടി തോമസിന്. പക്ഷേ അത് പുറത്ത് കാണിച്ചില്ല. കാരണവർ മൂളി. അവിടെ എന്ത് കൃഷി ചെയ്യാനാ തന്റെ തീരുമാനം? സാർ, ആപ്പിൾ, ഓറഞ്ച്, സ്ട്രോബെറി, സബർജില്ലി, അങ്ങനെ പലതുമുണ്ട് മനസ്സിൽ. ഭൂമിയെക്കുറിച്ച് അറിയാവുന്നവരുമായി ചർച്ച ചെയ്തിട്ട് ഏതൊക്കെ വേണമെന്ന് തീരുമാനിക്കണം. തന്റെ ഗ്ലാസ്സിലേക്ക് അല്പം കൂടി മദ്യം പകരാൻ കാരണവർ സണ്ണിമോനെ ഒരാംഗ്യം കാട്ടി. അയാൾ അനുസരിച്ചു. കാരണവർ സിഗരറ്റ് കുറ്റി ആസ്ട്രയിൽ കുത്തിത്തിരുകിയിട്ട് ഗ്ലാസ് ഉയർത്തി പകുതിയോളം കുടിച്ച ശേഷം സംസാരിച്ചു. അപ്പോൾ താൻ മറ്റേ കാര്യം വിട്ടുകളഞ്ഞോ? സാർ, ഏത് കാര്യം? റെജി ടി തോമസ് നെറ്റിച്ചൊളിച്ചു. തന്റെ അച്ഛന്റെ കാര്യം. അദ്ദേഹത്തിന് എന്തു പറ്റിയെന്നെങ്കിലും അറിയണ്ടേ? അതിപ്പോൾ സാർ, നമ്മൾ കരുതിയത് ആ മണ്ണിൽ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടുമെന്നല്ലേ? അങ്ങനെ സംഭവിക്കാത്ത നിലയ്ക്ക് റെജി ടി തോമസിനെ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല കാരണവർ. ഹേയ്! അയാൾ കൈ ഉയർത്തി. അയാൾക്കറിയാം എല്ലാം. ആ പരമനാറി പരമശിവയ്ക്ക് അവനെ കുടുക്കി ഒരു ദിവസം കസ്റ്റഡിയിൽ വെക്കൂ. അന്നയാൾ എല്ലാം തുറന്നു പറയും. വേണ്ട സാർ, റെജി തല കുടഞ്ഞു. ആ വിഷയം ഞാൻ വിടുകയാ. ഇനി സത്യമറിഞ്ഞാലും ഇല്ലെങ്കിലും എൻ്റെ അച്ഛൻ മടങ്ങി വരില്ല. മാത്രമല്ല, ഞാൻ മദ്യപിക്കാത്തതിൻ്റെ കാരണമറിയാമോ സാറിന്? അച്ഛൻ ഓർമ്മയിൽ വരുമ്പോഴൊക്കെ മദ്യപിച്ച രൂപമാ എൻ്റെ മനസ്സിൽ തെളിയുക. മദ്യപിക്കാത്ത അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. അന്ന് തുടങ്ങിയതാ മദ്യത്തോടുള്ള എൻ്റെ വെറുപ്പ്. കാരണവർ കേശവ് ചിരിച്ചു. തൻ്റെ ഉള്ളിൽ അച്ഛനെ ഇല്ലാതാക്കിയവരോടുള്ള പക ഒരു തീപ്പൊരിയായിട്ടെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതി. ഛേ, അത് വിട്ടേര്. എങ്കിൽ താൻ പൊയ്ക്കോ സാർ. അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് പോലെയാണ് റെജി ടി തോമസ് മടങ്ങിയത്. അയാളുടെ വാഹനം ഗേറ്റ് കടന്നതും കാരണവർ കേശവ് സണ്ണിമോനോട് തിരക്കി. ഇപ്പോ ഞാൻ പറഞ്ഞത് എങ്ങനെയിരിക്കുന്നു? റെജി ആ കാന്തിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി സാർ. സണ്ണിമോനും സമ്മതിച്ചു. അപ്പോൾ നമ്മൾ അറിഞ്ഞത് സത്യം തന്നെ. റെജി സാറ് സൂര്യകാന്തിയുടെ അടുത്ത് പോയ കാര്യം. കാരണവർ ക്രൂരമായ ഒരു ചിരിയോടെ ഗ്ലാസ്സിൽ അവശേഷിച്ചിരുന്ന മദ്യം കൂടിയെടുത്ത് കുടിച്ചു. പക്ഷേ കാന്തിയെ ഒരിക്കലും നമ്മൾ അവന് വിട്ടുകൊടുക്കില്ല. നമുക്ക് വേണം അവളെ. ആരും ചിന്തിക്കാത്ത തന്ത്രങ്ങൾ പോലും അതിനുവേണ്ടി നമുക്ക് പയറ്റേണ്ടി വരും. എന്തിനും സാറിന്റെ കൂടെ ഞാനുണ്ട്. കാരണവർ അമർത്തി മോളി. പക്ഷേ ഇനി ശ്രദ്ധിക്കണം. റെജിയെ നമ്മൾ കരുതിയതുപോലെ വിശ്വസിച്ച് കൂടെ നിർത്താൻ കഴിയില്ല. അവൻ ശത്രുപക്ഷത്ത് ചേർന്നേക്കും. അയാളുടെ ഓരോ നീക്കവും നമുക്ക് വാച്ച് ചെയ്യാം സാർ. കാരണവർ അത് സമ്മതിച്ചു. അടുത്ത നിമിഷം അയാളുടെ ഫോൺ ഇരമ്പി. അടഞ്ഞു പോകുന്ന കൺപോളകൾ വിടർത്തി കാരണവർ കോൾ അറ്റൻഡ് ചെയ്തു. അയാളുടെ മുഖത്ത് സന്തോഷം തിങ്ങി. പറയടാ കൂവേ. അയാൾ ഫോൺ കാതിൽ ചേർത്തു. അപ്പുറത്തുനിന്ന് അല്പസമയത്തെ സംസാരം. ഓക്കെ, ഞാൻ ഏറ്റു. നിങ്ങളിങ്ങ് വന്നാ മതി. കാരണവർ ഫോൺ കട്ട് ചെയ്തു. പിന്നെ ആകാംക്ഷയോടെ ഇരിക്കുന്ന സണ്ണിമോനോട് പറഞ്ഞു. ചിറ്റാറിലുണ്ടായിരുന്ന എൻ്റെ സബോർഡിനേറ്റ്സാ. അവന്മാര് അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുന്നെന്ന്. അവർക്ക് നല്ല ഒന്നാന്തരം കാട്ടുപോത്തിന്റെ ഇറച്ചി വേണമെന്ന്. സണ്ണിമോൻ പകച്ചു. അതിപ്പം എങ്ങനെ സംഘടിപ്പിക്കും സാറേ? കള്ളവേട്ടക്കാരൊന്നും ഇപ്പോൾ ഈ ഭാഗത്തില്ലെന്ന അറിവ്. പോത്തിനെ വെടിവെക്കാൻ നല്ല മിടുക്കുള്ളവർക്കേ കഴിയൂതാനും. കാരണവർ തലയാട്ടി. ഇപ്പോൾ ഇല്ലെന്നല്ലേ ഉള്ളൂ, നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അവരെ വീണ്ടും നമ്മൾ രംഗത്തിറക്കണം. അതിനാണോ വഴിയില്ലാത്തത്?
അത് പറയുമ്പോൾ കാരണവരുടെ മനസ്സിൽ രണ്ട് മുഖങ്ങൾ തെളിഞ്ഞു. പരമശിവയും സൂര്യകാന്തിയും. ആദ്യം മര്യാദയ്ക്ക് പറഞ്ഞു നോക്കാം, അനുസരിച്ചില്ലെങ്കിൽ കളി മാറും. ഒരു വെടിക്ക് രണ്ട് പക്ഷി, ഉറക്കെ ചിരിച്ചു കാരണവർ കേശവ്. എന്നാൽ അയാളുടെ മനസ്സിൽ രൂപം കൊണ്ട പ്ലാൻ എന്താണെന്ന് സണ്ണിമോന് മനസ്സിലായില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. രാമസ്വാമിയുടെ ഡെഡ് ബോഡിക്ക് വേണ്ടി CI സത്യനാഥ് ഒരുപാട് അന്വേഷണം നടത്തി. കണ്ടുകിട്ടിയില്ല. രാമസ്വാമി ജീവനോടെ ഉണ്ടെങ്കിൽ അയാളെ ആക്രമിച്ചതാരാണെന്ന് കണ്ടെത്താമായിരുന്നു. പക്ഷേ മൃഗങ്ങളൊന്നും അയാളുടെ ബോഡി വലിച്ചിഴച്ചു കൊണ്ടുപോയിട്ടില്ലെന്ന് CIക്ക് ഉറപ്പുണ്ട്. പക്ഷേ രാമസ്വാമി എവിടെ പോയി മറഞ്ഞു? കാരണവർ കേശവിന്റെ ചിറ്റാറിലെ സഹപ്രവർത്തകർ മറയൂരിലെത്താൻ ഇനി 2 ദിവസം മാത്രം. കാട്ടുപോത്തിന്റെ ഇറച്ചി അവർക്ക് കൊടുക്കാമെന്ന് താൻ ഏറ്റത് കാരണവർ ഓർത്തു. അന്ന് വൈകിട്ട് അയാൾ സ്വയം ഡ്രൈവ് ചെയ്ത് പരമശിവയുടെ വീട്ടിലെത്തി. സൂര്യകാന്തി പോത്തുകൾക്ക് പുല്ലറുക്കാൻ വനത്തിൽ പോയിരിക്കുകയാണ്. കാരണവർ കേശവിനെ മുന്നിൽ കണ്ടപ്പോൾ പരമശിവ ഒന്ന് പകച്ചു. എന്നാൽ ചിരിയോടെയാണ് കാരണവർ തിണ്ണയിൽ കയറി കസേരയിൽ ഇരുന്നത്. സാറേ, പരമശിവ എന്തോ ചോദിക്കാൻ ഭാവിച്ചു. എന്താ താൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാം പരമശിവേ. ഞാൻ തന്നോട് മോശമായി പെരുമാറി എന്നുള്ളത് നേരാ. പക്ഷേ അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണെന്ന് കരുതണം. കാരണവർ ചുറ്റും നോക്കി. കാന്തി എവിടെ? പുല്ലറുക്കാൻ പോയിരിക്കുക സാറേ. അതേതായാലും നന്നായി, അല്ലെങ്കിൽ അവൾ എന്നോട് വഴക്കിട്ടേനെ. കാരണവർ പിന്നെയും ചിരിച്ചു. ഞാനിപ്പോ വന്നത് പരമശിവയുടെ ഒരു സഹായം തേടിയാ. എന്റെയോ? പരമശിവയുടെ കണ്ണ് തള്ളി. അതേന്നേ. എന്താ സാറേ കാര്യം? അയാൾക്ക് അതറിയാൻ തിടുക്കമായി. പറയാം, അതിനു മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ. പരമശിവ വേട്ടയാടൽ നിർത്തിയിട്ടിപ്പോ എത്ര വർഷമായി? പരമശിവ കൈവിരലുകൾ മടക്കി കണക്ക് കൂട്ടി. 10-20 വർഷം കഴിഞ്ഞു. ഞാൻ കേട്ടിട്ടുണ്ട് പരമശിവയുടെ ഉന്നത്തെപ്പറ്റി. മുന്നിലെത്തുന്നത് ഏത് മൃഗമായാലും പരമശിവ അതിനെ വീഴ്ത്തിയിരിക്കുമെന്ന്. അതൊക്കെ ഒരു കാലം. അയാൾ തലകുനിച്ചു. കാന്തിയും വേട്ടയ്ക്ക് പോയിട്ടുണ്ട് അല്ലേ? ഉണ്ട് സാർ. 3-4 വർഷം. ഞാൻ മറയൂരിൽ ഇറച്ചിക്കട തുടങ്ങിയ സമയത്ത്. അന്ന് വേട്ടയാടിക്കൊണ്ടുവരുന്ന മൃഗങ്ങളുടെ മാംസം അവിടെ വിറ്റിരുന്നു. പരമശിവ സങ്കോചത്തോടെ സത്യം പറഞ്ഞു. അതും എനിക്കറിയാം. പക്ഷെ ഞാനുണ്ടല്ലോ, ഫോറസ്റ്റ് റേഞ്ചർ എന്ന ഡെസിഗ്നേഷനേ ഉള്ളൂ. ശരിക്കുള്ള ഉൾവനം പോലും കണ്ടിട്ടില്ല. തോക്ക് കയ്യിൽ കിട്ടിയാലും ഒരു മൃഗം മുന്നിൽ വന്നാൽ ഞാൻ പതറിപ്പോകും. പരമശിവ കേട്ടുനിന്നു. കാരണവർ തുടർന്നു. ചിറ്റാറിൽ വെച്ച് ഞങ്ങളുടെ അറിവോടെ പലരും മ്ലാവിനെയും പോത്തിനെയുമൊക്കെ വെടിവെച്ച് പിടിക്കുമായിരുന്നു. അതിന്റെ വിഹിതം ഞങ്ങൾക്കും കിട്ടിയിരുന്നു. അടുത്ത ദിവസം അവിടുന്ന് എന്റെ സുഹൃത്തുക്കൾ വരുന്നുണ്ട്. അവർക്ക് കാട്ടുപോത്തിന്റെ ഇറച്ചി വേണമെന്ന്. പരമശിവ സംശയത്തോടെ കാരണവരുടെ നേർക്ക് കണ്ണയച്ചു. അതിപ്പം എങ്ങനെ നടക്കാനാ സാറേ? ഞാൻ പറഞ്ഞു വരുന്നത് അതുതന്നെയാ പരമശിവേ. താനെന്നെ ഒന്ന് സഹായിക്കണം. ഒറ്റത്തവണ കൂടി തോക്കെടുക്കണം. വെടിവെച്ചിട്ടാൽ മതി. ബാക്കിയൊക്കെ എന്റെ ആളുകൾ ചെയ്തോളും. കാരണവർ സത്യം വ്യക്തമാക്കി. സാർ, നിലവിളി പോലെയായിരുന്നു പരമശിവയുടെ ശബ്ദം. പറ്റില്ലെന്ന് പറയരുത് ശിവേ. തന്റെ പേരിൽ ഒരു കേസും ഉണ്ടാകത്തില്ല. അത് ഞാൻ തരുന്ന വാക്കാ. അയാൾ എഴുന്നേറ്റ് പരമശിവയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. പറ്റില്ല. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു ശബ്ദം. സൂര്യകാന്തി. അധ്യായം 22. റേഞ്ചർ കാരണവർ കേശവ് പരമശിവയുടെ കയ്യിലെ പിടിവിട്ടു. ശേഷം തിരിഞ്ഞു നോക്കി. സൂര്യകാന്തി ഒരു അരിവാളുമായി നിൽക്കുന്നു. അവളുടെ മുഖത്തും കഴുത്തിലുമൊക്കെ വിയർപ്പ് ചാലുകൾ. തലയിലൂടെ ഒരു തോർത്ത് മടക്കിയിട്ട് പിന്നിൽ കെട്ടി വച്ചിട്ടുണ്ട്. പുല്ലറുക്കാൻ പോയിട്ട് മടങ്ങി വരികയായിരുന്നു സൂര്യകാന്തി. രൂക്ഷമായ ഒരു നോട്ടം കാരണവരിൽ ഉറപ്പിച്ചുകൊണ്ടാണ് നിൽപ്പ്. ആദ്യമൊന്ന് വിളറിയെങ്കിലും കാരണവർ കേശവ് പെട്ടെന്ന് പുഞ്ചിരിച്ചു. സൂര്യകാന്തി, ഞാൻ വന്നത്. അയാൾ ബാക്കി പൂരിപ്പിക്കും മുമ്പ് അവൾ ചുണ്ടനക്കി. എല്ലാം ഞാൻ കേട്ടു. സാറിന്റെ കൂട്ടുകാർക്ക് കാട്ടുപോത്തിന്റെ ഇറച്ചി വേണം. അതിന് ഒരിക്കൽ ഉപേക്ഷിച്ച വേട്ടപ്പണിക്ക് അച്ഛനിറങ്ങണം. നടക്കത്തില്ല സാറേ. കാരണവരുടെ കണ്ണുകൾ കുറുകി. സൂര്യകാന്തി തുടർന്നു. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ 1-ാം തരം വേട്ടക്കാരുണ്ടല്ലോ. ഈ ജോലി അവരെ ഏൽപ്പിച്ചാൽ പോരെ? നിങ്ങൾ തന്നെയാകുമ്പോൾ ആരും ചോദിക്കാനും പറയാനും വരത്തുമില്ല. വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയും പോലെ. അവൾ അരിവാൾ തിണ്ണയിൽ വെച്ചു. കാരണവരുടെ മുഖം കറുത്തു. വളരെ മാന്യമായിട്ടാ കാന്തി ഞാനിവിടെ സംസാരിച്ചുകൊണ്ട് നിന്നത്. ഞാനും മാന്യത കൈവിട്ടില്ലല്ലോ സാറേ. ഉള്ള കാര്യം പറഞ്ഞെന്നേയുള്ളൂ. സാറിനൊന്നും തോന്നരുത്, അവളും പറഞ്ഞു. കാരണവർ അമർത്തി മൂളിക്കൊണ്ട് പിന്തിരിയാൻ ഭാവിച്ചു. അതിനിടയിൽ ഇത്രയും കൂടി പറഞ്ഞു. നിങ്ങൾ രണ്ടാളും ഒന്നുകൂടി ആലോചിക്ക്. ഞാൻ വിളിക്കാം. സൂര്യകാന്തി 2 ചുവട് മുന്നോട്ട് വച്ചു. അതിന്റെ ഒന്നും ആവശ്യമില്ല സാറേ. ഇനിയൊരു പക്ഷേ അച്ഛൻ സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കത്തില്ല.
മാത്രവുമല്ല, മറ്റാരെയെങ്കിലും കൊണ്ട് പാവം പിടിച്ച കാട്ടുപോത്തിനെ വേട്ടയാടിക്കാൻ സാർ ശ്രമിച്ചാലും അതും ഞാൻ തടഞ്ഞിരിക്കും. കല്ലിച്ചതായിരുന്നു സൂര്യകാന്തിയുടെ ശബ്ദം. എങ്കിൽ പിന്നെ നീ നിന്റെ വഴിക്ക് നോക്ക്. പക്ഷെ ഒന്ന് ഞാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. ഇനി പരമശിവയായിരിക്കില്ല വേട്ടയാടാൻ ഇറങ്ങുന്നത്. നീയായിരിക്കും. അയാൾ അവളുടെ നേരെ കൈ ചൂണ്ടി. നിന്നെക്കൊണ്ട് ഞാൻ വീണ്ടും തോക്കെടുപ്പിക്കും. നോക്കിക്കോ. നമുക്ക് കാണാം സാറേ. സൂര്യകാന്തി ആ വെല്ലുവിളി ഏറ്റെടുത്തു. കാരണവർ ബൊലേറോയിൽ കയറിയിട്ട് അവളെ ഒന്നുകൂടി രൂക്ഷമായി നോക്കി. എന്നിട്ട് ഓടിച്ചു പോയി. ഇത് ഒരു അപകടത്തിന്റെ ആരംഭമാണെന്ന് പരമശിവയ്ക്ക് തോന്നി. അവ്യക്തമായ ഒരു ഭീതി മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്നത് പോലെ. മോളെ, വിവശനായി അയാൾ സൂര്യകാന്തിയെ വിളിച്ചു. കാരണവര് എന്തേലുമൊക്കെ ഉണ്ടാക്കട്ടെ അച്ഛാ. എന്തോ തീരുമാനിച്ചുറച്ച ഭാവമായിരുന്നു സൂര്യകാന്തിക്കും. കാന്തല്ലൂരെ ഒരു ലോഡ്ജിലായിരുന്നു ഡ്രൈവർ സണ്ണിമോൻ. അയാളുടെ നട്ടെല്ലിന് പുറത്ത് അപ്പോഴും കഠിനമായ വേദനയുണ്ടായിരുന്നു. CI സത്യനാഥ് കൈമുട്ടുകൊണ്ട് ഇടിച്ചതാണ്. കാരണവർ കേശവിന്റെ നിർദ്ദേശാനുസരണമാണ് സണ്ണിമോൻ ലോഡ്ജിൽ റൂമെടുത്ത് താമസിക്കുന്നത്. സസ്പെൻഷനിലായതുകൊണ്ട് വീണ്ടും ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിൽ താമസിച്ചാൽ അന്വേഷണം ഉണ്ടായേക്കും. സത്യനാഥ് വെറുതെ ഇരിക്കില്ലല്ലോ. തന്നെയും കാരണവർ സാറിനെയും ബന്ധിപ്പിച്ചുള്ള അയാളുടെ സംശയങ്ങൾക്ക് ബലം കൂടരുത്. രാത്രി 8 മണി കഴിഞ്ഞപ്പോൾ സണ്ണിമോന്റെ സെൽഫോൺ ശബ്ദിച്ചു. അയാൾ കോളെടുത്തു. കാരണവർ കേശവായിരുന്നു ലൈനിൽ. സാർ, കമ്പത്തെ ടീം എത്തിയിട്ടുണ്ട്. അവര് തമിഴ്നാട്ടിൽ താമസിക്കുന്നേയുള്ളൂ. മലയാളികളാ. കമ്പംമെട്ട് സ്വദേശികള് 6 പേരുണ്ട്. പോരെ? സണ്ണിമോന്റെ മുഖം തെളിഞ്ഞു. ധാരാളം. അവർ 10 മണിക്ക് ഇവിടുന്ന് ഇറങ്ങും. ആ സമയത്ത് നീ സ്പോട്ടിലെത്തിയാൽ മതി. ശരി സാർ. പിന്നെ ഒരു കാര്യം, മരിക്കുമെന്ന് അവൻ ഉറപ്പുള്ള സമയത്ത് മാത്രമേ ഇത് നിന്റെ കൊട്ടേഷനാണെന്ന് അറിയിക്കാവൂ. കാരണവർ അമർത്തിച്ചിരിച്ചു. നാളെ കേൾക്കേണ്ട വാർത്ത അവൻ ആക്സിഡന്റിൽ മരിച്ചു എന്നായിരിക്കണം. പാമ്പാറിൽ അവന്റെ വണ്ടി തലകീഴായി കിടക്കണം. വണ്ടിക്കുള്ളിൽ അവന്റെ ബോഡി ഉണ്ടാവണം. നിയന്ത്രണം വിട്ട വാഹനം വളവ് തിരിയും മുമ്പ് ആറ്റിൽ മറിഞ്ഞു. അങ്ങനെയേ ആർക്കും തോന്നാവൂ. മനസ്സിലായി സാർ. സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് സണ്ണിമോൻ കോൾ മുറിച്ചു. സമയം രാത്രി 10 മണി. ക്വാർട്ടേഴ്സിലേക്ക് പോകാനായി CI സത്യനാഥ് തയ്യാറെടുത്തു. തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. അലമാരയിലിരുന്ന റിവോൾവർ എടുത്ത് ബെൽറ്റിൽ തിരുകി. അയാൾ പുറത്തേക്ക് വന്നപ്പോൾ SI ബാഹുലേയൻ മുന്നിൽ നിൽക്കുന്നു. അന്തരീക്ഷത്തിൽ കനത്ത മഞ്ഞുണ്ട്. എന്താടോ? CI തിരക്കി. ഇനി ഞാനും പൊയ്ക്കോട്ടെ സാർ. ഓക്കെ, ഗുഡ് നൈറ്റ്. രാവിലെ കുറച്ച് നേരത്തെ വരണം. ഞാൻ പറഞ്ഞ കാര്യത്തിന് സാർ. CI സത്യനാഥ് ബൊലേറോയുടെ ഡ്രൈവർ സീറ്റിലെത്തി. ജനാലയിലൂടെ അത് ശ്രദ്ധിച്ച കോൺസ്റ്റബിൾ പ്രഭാകരൻ അപ്പോൾ തന്നെ ഫോണെടുത്ത് ആരുടെയോ നമ്പർ കുത്തി. പുറപ്പെടുന്നു. അത്രമാത്രം പറഞ്ഞിട്ട് അയാൾ കോൾ കട്ടാക്കി. സ്റ്റേഷന് മുന്നിൽ നിന്ന് ഇടത്തേക്ക് സത്യനാഥ് ബൊലേറോ തിരിച്ചു. കോവിൽ കടവിലാണ് അയാളുടെ ക്വാർട്ടേഴ്സ്. കരിമ്പിൻ പാടങ്ങൾക്കിടയിലൂടെയുള്ള അധികം വീതിയില്ലാത്ത ടാർ വഴിയെയാണ് യാത്ര. വെട്ടാൻ ഭാഗമായി നിൽക്കുന്ന കരിമ്പുകളെ ബൊലേറോയുടെ വെളിച്ചം തൊട്ടുഴിഞ്ഞു. താൽക്കാലികമായി പണി നിർത്തിയ ഒരു ശർക്കര ആലയുടെ അടുത്ത് വാഹനമെത്തി. പെട്ടെന്ന് ഇടത് ഭാഗത്തെ കരിമ്പിൻ കാട് ഒന്നുലഞ്ഞു. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അത് കണ്ട സത്യനാഥ് ഞെട്ടി. കനത്ത മഞ്ഞുള്ളതിനാൽ കാഴ്ച വ്യക്തമല്ല. ആന ഇറങ്ങി വരുന്നത് പോലെയാണ് ആദ്യം തോന്നിയത്. അയാൾ ബ്രേക്ക് പെഡലിൽ കാലമർത്തി. ആ ക്ഷണം കണ്ടു ഒരു ഫർഗോ ലോറിയുടെ മുഖം. ലൈറ്റുകൾ തെളിക്കാതെ കരിമ്പിൻ ചെടികളെ ഇടിച്ചുലച്ച് ടയറുകൾക്കിടയിൽ ഞെരിച്ചമർത്തിയാണ് അതിന്റെ വരവ്. പൊടുന്നനെ ഒരു പന്തികേട് മണത്തു CIക്ക്. വേറെ വഴിയിലൂടെ വന്ന ലോറി നിയന്ത്രണം വിട്ട് പാഞ്ഞു വരികയല്ലെന്ന് അയാൾക്കുറപ്പുണ്ടായിരുന്നു. കാരണം തോട്ടത്തിന് തൊട്ടുമുകളിൽ റോഡില്ല. ഇത് തന്നെ പ്രതീക്ഷിച്ച് തോട്ടത്തിൽ കയറ്റിയിട്ട ലോറിയാണ്. അപകടം തിരിച്ചറിഞ്ഞതും സത്യനാഥ് മിന്നൽ വേഗത്തിൽ ഗിയർ ലിവർ തട്ടിക്കൊണ്ട് ആക്സിലേറ്റർ ഞെരിച്ചു. ഫർഗോ ലോറിയുടെ മുഖം റോഡിലെത്താൻ ഇഞ്ചുകളുടെ മാത്രം വ്യത്യാസമുള്ളപ്പോൾ ബൊലേറോ അപ്പുറം കടന്നു. സത്യനാഥ് തിരിഞ്ഞു നോക്കിയെങ്കിലും മഞ്ഞ് കാരണം അപ്പുറത്തെ കാഴ്ചകൾ വ്യക്തമായിരുന്നില്ല. ലോറി ഇതിനകം റോഡിലെത്തി ബൊലേറോയുടെ പിന്നാലെ വെട്ടിത്തിരിഞ്ഞിരുന്നു. അതിന്റെ തീക്കണ്ണുകൾ പെട്ടെന്ന് തെളിഞ്ഞു. വായ് പിളർന്നുകൊണ്ട് കാട്ടുമൃഗം ഇരയെ പിടിക്കാൻ ചാടി വരുന്നത് പോലെയായിരുന്നു ആ വണ്ടി. ബൊലേറോ മറയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പിന്നിലുള്ള കൊടും ഇറക്കത്തിലെത്തിയതും വളവ് വീശിയെടുത്ത് വന്ന ഒരു ട്രാക്ടർ റോഡിൽ കുറുകെ നിന്നു. ഉച്ചത്തിൽ എന്തോ വിളിച്ചു പറഞ്ഞുകൊണ്ട് സത്യനാഥും വണ്ടി നിർത്തി. അപ്പോഴേക്കും ഫർഗോ ലോറിയും തൊട്ടു പിന്നിലെത്തി. അതിന്റെ ബമ്പർ ബൊലേറോയുടെ പിന്നിൽ ഇടിച്ചു. പടക്കം പൊട്ടുന്നത് പോലെ ഒരു ശബ്ദം. ബ്രേക്ക് ചവിട്ടിപ്പിടിച്ചിരുന്നതിനാൽ ബൊലേറോയുടെ ചക്രങ്ങൾ റോഡിൽ ഉരഞ്ഞു.
സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് സത്യനാഥിന്റെ നെഞ്ചിടം സ്റ്റിയറിംഗ് വീലിൽ കാര്യമായി ഇടിച്ചില്ല. തോന്നിയാസം കാണിക്കുന്നോടാ റാസ്കൽസ്. ബൊലേറോയുടെ എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് സത്യനാഥ് റോഡിലേക്ക് കുതിച്ചിറങ്ങി. ഒപ്പം അയാൾ റിവോൾവർ വലിച്ചെടുത്തു. പെട്ടെന്ന് ലോറി പിന്നോട്ട് നീങ്ങുകയും അതിവേഗം മുന്നോട്ട് വന്ന് ബൊലേറോയിൽ ഒരു വട്ടം കൂടി ഇടിക്കുകയും ചെയ്തു. ഉലച്ചിലൂടെ ബൊലേറോയുടെ മുൻഭാഗം ചെന്ന് ട്രാക്ടറിന്റെ പിന്നിലെ കൂറ്റൻ ചക്രത്തിൽ ഇടിച്ചു നിന്നു. വാഹനങ്ങളുടെ വെളിച്ചം ഇപ്പോഴും അണഞ്ഞിട്ടില്ല. ലോറിയിൽ നിന്ന് 4 പേരും ട്രാക്ടറിൽ നിന്ന് 2 പേരും ചാടിയിറങ്ങി. അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ CA സത്യനാഥ് കണ്ടു. 2 അടി നീളമുള്ള വടിവാളുകൾ. ലോറിയിൽ നിന്ന് ഇറങ്ങിയ ഒരാൾ വാൾ ആഞ്ഞു വീശി. സത്യനാഥ് ശരീരം വളച്ച് പിന്നോട്ടൊഴിഞ്ഞു. യൂണിഫോമിന്റെ മുൻഭാഗത്തുകൂടി ഒരു പോറൽ വീശിപ്പോയത് സത്യനാഥ് അറിഞ്ഞു. ശത്രുവിന്റെ നേർക്ക് റിവോൾവർ ചൂണ്ടിക്കൊണ്ട് അയാൾ ഗർജിച്ചു, "ഡോൺ മൂവ്." ലോറിയിൽ നിന്ന് ഇറങ്ങിയവർ ഒരു നിമിഷം നിന്നു. പക്ഷേ പിന്നിൽ ഒരു ചലനം. സത്യനാഥിന് തിരിഞ്ഞു നോക്കാനുള്ള അവസരം കിട്ടിയില്ല. പുറകിൽ നിന്ന് തന്റെ വാരിയെല്ലുകൾക്കിടയിലൂടെ തണുപ്പിന്റെ ഒരു മിന്നൽ പാഞ്ഞു കയറുന്നതും അത് വയറിന് മുൻഭാഗത്ത് അവസാനിച്ചതും അയാൾ മനസ്സിലാക്കി. സത്യനാഥ് അവിശ്വസനീയതയോടെ തന്റെ ഉദരത്തിലേക്ക് നോക്കി. വയറ്റിൽ നിന്ന് 2 ഇഞ്ചോളം തള്ളി നിൽക്കുന്ന ചുവപ്പ് പടർന്ന വാൾമുന. എടാ! അലറിക്കൊണ്ട് അയാൾ പുറകിലേക്ക് നിറയൊഴിക്കാൻ ഭാവിച്ചു. പക്ഷേ വാൾ കുത്തിയിറക്കിയവൻ അതൊന്ന് വട്ടം തിരിച്ചു. ആ! സത്യനാഥം വട്ടം തിരിഞ്ഞു പോയി. റിവോൾവർ കൈവിരലുകൾക്കിടയിൽ നിന്ന് വഴുതി റോഡിൽ വീണു. പുറകിൽ നിന്നിരുന്നവൻ വടിവാൾ വലിച്ചൂരി. വാളിന്റെ ഒപ്പം വൃത്താകൃതിയിൽ കുറച്ച് മാംസവും പറഞ്ഞു വീണു. പല്ലുകൾ കടിച്ചു പിടിച്ച് വന്യമായി ഒന്നലറി സത്യനാഥ്. അയാളുടെ വയറിന് മുന്നിലൂടെയും പിന്നിലൂടെയും ചോരയുടെ അരിവുകളുണ്ടായി. കാറ്റ് പിടിച്ച മരം കണക്കെ മുറിവുകളിൽ കൈകൾ അമർത്തിക്കൊണ്ട് സത്യനാഥ് നിന്നാടി. വിരലുകൾക്കിടയിലൂടെ രക്തം പതഞ്ഞിറങ്ങി. ആ നിമിഷം കയറ്റം കയറി ഒരു ബുള്ളറ്റ് ബൈക്ക് പാഞ്ഞു വന്ന് ട്രാക്ടറിന് മുന്നിലായി നിന്നു. ഡ്രൈവർ സണ്ണിമോൻ ചാടിയിറങ്ങി. തറയിലേക്ക് കുഴഞ്ഞു വീഴാൻ ഭാവിക്കുകയായിരുന്നു സത്യനാഥ്. സണ്ണിമോൻ അയാൾക്ക് മുന്നിൽ ചെന്നു. "ഇത് ഞാനാടാ, മനസ്സിലായോ? നിന്റെ ഒടുക്കത്തെ യാത്രയ്ക്ക് ടാറ്റ തരാൻ വന്നതാ." സണ്ണിമോൻ കൈ ഉയർത്തി. അടഞ്ഞു പോകുന്ന കൺപോളകൾ പാതി തുറന്ന സത്യനാഥ് അയാളെ നോക്കി എന്തോ പറഞ്ഞെങ്കിലും സത്യനാഥിന്റെ ശബ്ദം കുഴഞ്ഞുപോയി. സണ്ണിമോൻ കാലുയർത്തി. "ഗുഡ് ബൈ മൈ ഫ്രണ്ട്." മുന്നോട്ട് വീഴാൻ ഭാവിച്ച സത്യനാഥിന്റെ നെഞ്ചിൽ ആഞ്ഞൊരു ചവിട്ട്. അതിന്റെ ആഘാതത്തിൽ പിന്നോട്ട് തെറിച്ച് ബൊലേറോയുടെ സൈഡിൽ ഇടിച്ചു വീണു CI സത്യനാഥ്. പിന്നെ ചലിച്ചില്ല. "ഥു!" ഒന്ന് കാറി തുപ്പി സണ്ണിമോൻ. ശേഷം റോഡിൽ കിടന്ന CIയുടെ റിവോൾവർ എടുത്ത് ബെൽറ്റിൽ തന്നെ തിരികെ വെച്ചു. "വേഗമെടുത്ത് ബൊലേറോയിൽ ഇരുത്ത്," അയാൾ ലോറിയിൽ വന്നവരോട് കൽപ്പിച്ചു. അവർ അപ്രകാരം ചെയ്തു. റോഡിൽ വീണ മാംസത്തുണ്ടും വണ്ടിയിലേക്ക് എടുത്തിട്ടു. ലോറിയിൽ നിന്ന് 2 കന്നാസ് വെള്ളവും ഒരു ചൂലും എടുത്തുകൊണ്ടുവന്നു 2 പേർ. റോഡിൽ കിടന്ന രക്തത്തിനു മീതെ അവർ വെള്ളമൊഴിച്ച് ചൂലുകൊണ്ട് അടിച്ചു കഴുകി. ചോര കലർന്ന വെള്ളം ഒഴുകിപ്പോയി. അപ്പോൾ ഇനി പറഞ്ഞതുപോലെ സണ്ണിമോൻ ബൊലേറോയുടെ കോ ഡ്രൈവർ സീറ്റിൽ കയറി. മുന്നിൽ നിന്ന് ട്രാക്ടർ പിന്നോക്കം മാറ്റപ്പെട്ടു. സണ്ണിമോൻ ബൊലേറോ സ്റ്റാർട്ട് ചെയ്തു. ഗിയർ ന്യൂട്രലിൽ ഇട്ടിട്ട് കാൽ നീട്ടി ബ്രേക്കിന് മീതെ വെച്ചു. വലത് കൈ സ്റ്റിയറിംഗ് വീലിലും പിടിച്ചു. കുത്തിറക്കം ആയതിനാൽ ബൊലേറോയുടെ ചക്രങ്ങൾ താഴേക്ക് ഉരുണ്ടുകൊണ്ടിരുന്നു. പിന്നാലെ ഫർഗോ ലോറിയും നീങ്ങി. സണ്ണിമോന്റെ ബൈക്ക് ലോറിയിൽ വന്ന ഒരാളെടുത്തു. കോവിൽ കടവിലെ തെങ്കാശിനാഥൻ ക്ഷേത്രത്തിന് മുന്നിലുള്ള വളവിൽ പാമ്പാറിന് കുറുകെയുള്ള കൈവരിക്കരികിലായി ബൊലേറോ നിർത്തി. എന്നിട്ട് സണ്ണിമോൻ ഇറങ്ങി മാറി. ഫസ്റ്റ് ഗിയറിൽ കുതിച്ചു വന്ന ഫർഗോ ലോറി ബൊലേറോയുടെ പിന്നിൽ ഒറ്റയിടി. പാലം കുലുങ്ങിയതുപോലെ ഒരൊച്ച. ലോറിയുടെ ഒരു ഹെഡ്ലൈറ്റ് ചിതറിപ്പോയി. പാലത്തിന്റെ കൈവരി തകർത്തുകൊണ്ട് ബൊലേറോ പാമ്പാറിലെ പാറക്കെട്ടുകൾക്കിടയിലേക്ക് തലകുത്തി മറിഞ്ഞു. ചത്ത തവള കണക്കെ ചക്രങ്ങൾ മുകളിലായ നിലയിൽ അത് കിടന്നു. വെള്ളത്തിന്റെ കുത്തൊഴുക്ക് ബൊലേറോയുടെ മുകളിലേക്ക് പാഞ്ഞു കയറി. അപ്പുറത്തേക്ക് മറിയാൻ തുടങ്ങി. ഒരു നിമിഷം അത് നോക്കി നിന്നു സണ്ണിമോൻ. ഡ്രൈവർ ലോറി പിന്നോട്ടെടുത്ത് തിരിച്ചു. സണ്ണിമോൻ തന്റെ ബൈക്ക് തിരിച്ചു വാങ്ങി. അത് പാലം കടന്ന് പാഞ്ഞകന്നു. ബൈക്ക് കൊണ്ടുവന്നവൻ കൂടി ലോറിയിൽ കയറിയതോടെ ഒറ്റക്കണ്ണിൽ തീയരിച്ചുകൊണ്ട് അത് കയറ്റം കയറാൻ തുടങ്ങി. കാന്തല്ലൂരിൽ നിന്ന് ഗ്രാൻഡീസ് മരങ്ങളുടെ ലോഡുമായി വന്ന ലോറിക്കാർ തകർന്നു കിടക്കുന്ന പാലത്തിന്റെ കൈവരി കണ്ട് വണ്ടി നിർത്തി ഇറങ്ങി. പാമ്പാറിൽ ഒരു വണ്ടി മറിഞ്ഞു കിടക്കുന്നത് അവ്യക്തമായി അവർ കണ്ടു. അതിന്റെ പുറത്തുകൂടി വെള്ളം ഒഴുകുന്നതിനാൽ ഏതു വാഹനമാണെന്ന് തിരിച്ചറിയുമായിരുന്നില്ല. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറിയിലേക്ക് ലോഡുമായി പോവുകയായിരുന്ന ലോറിക്കാർ
പോലീസിന്റെ നമ്പറിൽ വിളിച്ച് വിവരം പറഞ്ഞിട്ട് യാത്ര തുടർന്നു. 1 മണിക്കൂറിന് ശേഷം മറയൂർ പോലീസ് സ്ഥലത്തെത്തി. സ്റ്റേഷനിലുണ്ടായിരുന്ന 2 വാഹനങ്ങളിൽ ഒന്ന് സിഐയും മറ്റൊന്ന് എസ്ഐയും കൊണ്ടുപോയതിനാലാണ് അടുത്തു നടന്ന സംഭവമായിട്ടും അവർ എത്തിച്ചേരാൻ വൈകിയത്. കനത്ത മഞ്ഞ് കാരണം അവർക്കും വാഹനമേതെന്ന് വ്യക്തമായില്ല. നദിയിൽ വെള്ളം കൂടുതലുമായിരുന്നു. ടോർച്ചിന്റെ ശക്തമായ വെളിച്ചത്തിൽ വെളുത്ത ബോഡിയിൽ ചുവന്ന അക്ഷരത്തിൽ പോലീസ് എന്നെഴുതിയിരിക്കുന്നത് പോലെ അവർക്ക് തോന്നി. അയ്യോ, ഇത് നമ്മുടെ സ്റ്റേഷനിലെ ബൊലേറോ അല്ലേ? ഒന്നും അറിയാത്തതുപോലെ കോൺസ്റ്റബിൾ പ്രഭാകരൻ പിറുപിറുത്തു. സംശയം തീർക്കാനായി മറ്റുള്ളവർ സിഐ സത്യനാഥിന്റെ സെൽഫോണിലേക്ക് വിളിച്ചു. ഔട്ട് ഓഫ് കവറേജ്. 2 പേർ സിഐയുടെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. അത് പൂട്ടിക്കിടക്കുന്നത് കണ്ടതോടെ സിഐ അപകടത്തിൽപ്പെട്ടെന്ന് അവർക്ക് ബോധ്യമായി. പോലീസുകാർ പെട്ടെന്ന് ഫയർഫോഴ്സിനെയും SIയെയും വിവരമറിയിച്ചു. SI ബാഹുലയൻ 15 മിനിറ്റിനുള്ളിൽ എത്തി. തൊട്ടു പിന്നാലെ ഫയർഫോഴ്സും. പക്ഷേ രാത്രിയിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീർത്തു പറഞ്ഞു. കുത്തൊഴുക്കാണ്. 10 അടി അകലെ മാറി താഴേക്ക് കുത്തി മറിയുകയാണ് വെള്ളം. മാത്രമല്ല, അപകടകരമായ ഇടുക്കുകളുള്ള നിരവധി പാറക്കൂട്ടമുണ്ട് നദിയിൽ. നേരം പുലർന്നപ്പോൾ മാത്രമേ ഫയർഫോഴ്സിന് ജോലി തുടങ്ങാൻ കഴിഞ്ഞുള്ളൂ. ഇറക്കമിറങ്ങി വന്നപ്പോൾ ബ്രേക്ക് പോയി കാണും. മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി പ്രഭാകരൻ പറഞ്ഞു. അതിനാണ് സാധ്യതയെന്ന് അവർക്കും തോന്നി. വിവരമറിഞ്ഞ് അതിരാവിലെ തന്നെ DYSP ഇർഫാൻ മുഹമ്മദും എത്തിച്ചേർന്നു. സംഭവം കേട്ടറിഞ്ഞ് ജനങ്ങൾ പാലത്തിന്റെ ഇരുവശത്തും തിങ്ങിക്കൂടി. അവരെ അകറ്റി നിർത്താൻ കൂടുതൽ പോലീസ് ഫോഴ്സിനെ ഇറക്കേണ്ടി വന്നു ഇർഫാൻ മുഹമ്മദിന്. ഫയർഫോഴ്സുകാർ ക്രെയിൻ ഉപയോഗിച്ച് ബൊലേറോ ഉയർത്തുകയാണ്. അതിൽ നിന്ന് വെള്ളം ഒഴുകി വീണുകൊണ്ടിരുന്നു. അവസാനം ബൊലേറോ റോഡിൽ വെച്ചു. ഇർഫാൻ മുഹമ്മദ് ഡോർ തുറന്നു നോക്കി. സ്റ്റിയറിംഗ് വീലിനും സീറ്റിനുമിടയിൽ കുരുങ്ങിക്കിടക്കുന്ന നിലയിൽ CI സത്യനാഥിന്റെ മരവിച്ച ശരീരം. നീതിമാനായ പോലീസ് ഓഫീസർ ഇർഫാൻ മുഹമ്മദ് ഓർത്തു. പൊടുന്നനെ അയാളുടെ കണ്ണുകളിൽ സംശയത്തിന്റെ ഓളം വെട്ടി. സത്യനാഥിന്റെ ബോഡി ഇങ്ങനെ കിടക്കുന്നത് എന്താണ്? വണ്ടി ഓടിക്കുമ്പോൾ ഇയാൾ തീർച്ചയായും സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ബെൽറ്റിലല്ലേ ബോഡി കുരുങ്ങിക്കിടക്കേണ്ടത്? ആക്സിഡന്റ് ആണെങ്കിൽ തലകുത്തി മറിഞ്ഞ വണ്ടിയിൽ വെച്ച് സീറ്റ് ബെൽറ്റ് അഴിക്കാൻ സത്യനാഥിന് സാധിക്കില്ല. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ ബോഡി കാണേണ്ടത് ഇവിടെയല്ല. വെള്ളം ശക്തിയിൽ വന്നിടിക്കുന്നതിന്റെ മറുഭാഗത്തെ ഡോർ തുറക്കാനേ സത്യനാഥ് ശ്രമിക്കൂ. സംശയത്തിന്റെ ചിലന്തികൾ ഇർഫാൻ മുഹമ്മദിന്റെ തലച്ചോറിൽ വല നെയ്ത് കൊണ്ടിരുന്നു. ആ സമയത്ത് റേഞ്ചർ കാരണവർ കേശവിന്റെ ഫോണിലേക്ക് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ റെജി T തോമസിന്റെ കോൾ വന്നു. സാർ, നാച്ചിവയലിനും മറയൂരിനുമിടയിൽ ഒരു മാൻ ചത്ത നിലയിൽ കിടപ്പുണ്ട്. ആദിവാസികളാ വിവരം തന്നത്. അതെയോ? ഉടൻ നമുക്ക് അവിടേക്ക് പോകണം. കാരണവർ ചാടി എഴുന്നേറ്റു. അയാളുടെ മുഖത്ത് ഒരു ബമ്പർ ലോട്ടറി അടിച്ചതിന്റെ ഭാവമായിരുന്നു. അധ്യായം 23. റെജി, ഒരു കാര്യം ചെയ്യ്. റേഞ്ചർ കാരണവർ കേശവ് തൊപ്പിയെടുത്ത് ശിരസിൽ വെച്ചു. താനിങ്ങോട്ട് വാ, നമുക്ക് ഒന്നിച്ചു പോകാം. 2 ഗാർഡുകളെ കൂടി വിളിച്ചോ സാർ? റെജി T തോമസ് പറഞ്ഞതും കാരണവർ കോൾ മുറിച്ചു. അയാളുടെ മുഖത്തെ വിജയഹാസം അപ്പോഴും മാഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണവർ കേശവ് സണ്ണിമോന് പകരമുള്ള ഡ്രൈവറെ വിളിച്ച് വണ്ടി ഇറക്കാൻ നിർദ്ദേശിച്ചു. അപ്പോഴേക്കും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ റെജി T തോമസും 2 ഗാർഡുകളും എത്തിച്ചേർന്നു. എല്ലാവരും ബൊലേറോയിൽ കയറി. അത് റോഡിലേക്ക് പാഞ്ഞു. റെജി, ഈ വിവരം മറ്റാരോടും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? കാരണവർ തലതിരിച്ച് പിന്നിലേക്ക് നോക്കി. ഇല്ല സാർ. നന്നായി. തൽക്കാലം ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി സാർ. അതിന്റെ കാരണം റെജി T തോമസിന് മനസ്സിലായില്ല. ബൊലേറോ വളവുകൾ വെട്ടിത്തിരിഞ്ഞ് നാച്ചുവയലിനോട് അടുക്കാറായി. പെട്ടെന്ന് 2 ആദിവാസി യുവാക്കൾ റോഡിൽ കാത്തു നിൽക്കുന്നത് കണ്ടു. കാരണവർ ഡ്രൈവറുടെ തോളിൽ തട്ടി. അയാൾ ഇടത്തേക്കൊതുക്കി വണ്ടി നിർത്തി. യുവാക്കൾ ഓടി കാരണവരുടെ അടുത്ത് വന്നു. സലാം സാർ. കാരണവർ അമർത്തി മോളി. എവിടെയാ മാനിന്റെ ജഡം കിടക്കുന്നത്? അവിടെ. യുവാക്കളിൽ ഒരാൾ മുകളിലേക്ക് കൈ ചൂണ്ടി. വരിൻ. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാരണവർ ഡോർ തുറന്നിറങ്ങി. പിന്നാലെ റെജി T തോമസും ഗാർഡുകളും. താൻ ഇവിടെ തന്നെ ഇരുന്നോ? ഡ്രൈവറോട് പറഞ്ഞിട്ട് കാരണവർ ആദിവാസി യുവാക്കൾക്ക് നേരെ തിരിഞ്ഞു. പോകാം. യുവാക്കൾ 2ഉം മുന്നോട്ട് നീങ്ങി. കുന്നിൻ മുകളിലേക്ക് പോകാൻ ഒറ്റയടിപ്പാത ഉണ്ടായിരുന്നു. അവിടേക്ക് ചാഞ്ഞു നിന്നിരുന്ന പോതപ്പുല്ലുകളിൽ അവരുടെ യൂണിഫോം ഉരസി. നിങ്ങളെന്തിനാ അവിടെ പോയത്? കാരണവർ യുവാക്കളോട് ചോദിച്ചു. തേരെടുക്കാൻ. മാനിനെ ആരെങ്കിലും കൊന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അറിയില്ല സാർ. വല്ല വെടിശബ്ദവും കേട്ടോ? ഇല്ല. കാരണവരുടെ മനസ്സിൽ താൻ മെനയാൻ പോകുന്ന തന്ത്രത്തിന്റെ ഒരു ഏകദേശ രൂപം ഉണ്ടായിരുന്നു. ഒരിടത്തും ഒരു പാളിച്ചയും ഉണ്ടാകാൻ പാടില്ല. കുറച്ച് കറ്റം കയറിയപ്പോഴേക്കും ആദിവാസി യുവാക്കൾ ഒഴികെയുള്ളവർ കിതയ്ക്കാൻ തുടങ്ങി. അല്പനേരം ഇരിക്കാം. കാരണവർ ഒരു മരത്തിന്റെ ഉയർന്നു നിൽക്കുന്ന വേരിൽ ഇരുന്നു. സൂര്യന് നല്ല ചൂടുണ്ടെങ്കിലും തലേന്നത്തെ മഞ്ഞിന്റെ തണുപ്പ് അപ്പോഴും ബാക്കി നിന്നിരുന്നു. 10 മിനിറ്റോളം അവർ വിശ്രമിച്ചു. വീണ്ടും യാത്ര.
15 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ അവർ കുന്നിന്റെ ഏതാണ്ട് പകുതി ഭാഗത്തെത്തി. അല്പം നിരപ്പുള്ള അവിടം മാനുകൾക്ക് പ്രിയപ്പെട്ട പുല്ലുകളാൽ നിബിഡമായിരുന്നു. സാർ, അവിടാ! യുവാക്കളിൽ ഒരാൾ ആംഗ്യം കാണിച്ചു. അവർ ചുറ്റും നോക്കിക്കൊണ്ട് 10 അടിയോളം നടന്നു. അവിടെ ഒരു പാറക്കുഴിയിൽ വെള്ളം കെട്ടിക്കിടന്നിരുന്നു. ഒരു തരം പച്ചപ്പായൽ നിറഞ്ഞ വെള്ളം. അതിനരികിലായിട്ടായിരുന്നു മാനിന്റെ ജഡം. അത് ചത്തിട്ട് ഒരു ദിവസത്തിൽ അധികമായില്ലെന്ന് തോന്നി. ഒരു വശം ചരിഞ്ഞ് കാലുകൾ നീട്ടിവെച്ചാണ് കിടക്കുന്നത്. കാരണവരുടെ കണ്ണുകൾ മാനിനെ അടിമുടി ഒഴിഞ്ഞു. ശരീരത്ത് മുറിവുകളൊന്നും കണ്ടില്ല. ഏതാണ്ട് 10 വയസ്സോളം വരുന്ന കലമാൻ. ഒരു പക്ഷെ ഇതിനെ വല്ല പാമ്പും കടിച്ചതായിരിക്കും കാരണവർ കരുതി. എന്നാൽ റെജി തോമസിന്റെ കണ്ണുകൾ മാനിന്റെ കൊമ്പിൽ തറഞ്ഞു. അതിൽ കുറച്ച് ചെറുവള്ളികൾ ചുറ്റിയിരിക്കുന്നത് കണ്ടു. റെജി മുകളിലേക്ക് ശ്രദ്ധിച്ചു. അവിടെ അല്പം തള്ളി നിൽക്കുന്ന പാറയോട് ചേർന്ന് അത്തരം വള്ളികൾ കണ്ടു. അതിന് നേരെ താഴെ കുറച്ച് പുല്ലുകൾ ചതഞ്ഞു കിടപ്പുണ്ട്. തറയിൽ ചെറിയ കല്ലുകളും ഉണ്ട്. സാർ, റെജി പറഞ്ഞു, ഈ മാൻ ദേ ഈ പാറയുടെ മുകളിൽ നിന്ന് എങ്ങനെയോ തറയിൽ വീണതാ. അതിനിടയിൽ എവിടെയെങ്കിലും ഇടിച്ചിട്ടാവും ചത്തത്. റെജി തോമസ് കൈ ചൂണ്ടി. അത് ശരിയാണെന്ന് കാരണവർക്കും തോന്നി. അയാൾ ഒരു പാറക്കല്ലിൽ ഇരുന്നു. പിന്നെ ആദിവാസി യുവാക്കളോട് നിർദ്ദേശിച്ചു, തൽക്കാലം ഈ മാൻ ചത്ത കാര്യം നിങ്ങൾ ആരോടും പറയാൻ നിൽക്കണ്ട. മാത്രമല്ല, ഇതിനെ മറ്റു മൃഗങ്ങൾ കടിച്ചു വലിച്ചു കൊണ്ടുപോകാതിരിക്കാൻ നിങ്ങൾ ഇവിടെ കാവൽ നിൽക്കുകയും വേണം. അവർ തലയാട്ടി. സാർ, അതെന്തിനാ? റെജിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണവർ അയാളെ തറപ്പിച്ചൊന്ന് നോക്കി. റെജി പിന്നെ മിണ്ടിയില്ല. കാരണവർ ആദിവാസി യുവാക്കളോട് പിന്നെയും പറഞ്ഞു, നാളെ രാവിലെയെ ഞങ്ങൾ മാനിനെ കൊണ്ടുപോകാൻ വരൂ. അപ്പോൾ എന്ത് വേണമെന്ന് ഞാൻ പറയാം. യുവാക്കൾക്ക് സമ്മതിക്കുകയേ നിവർത്തിയുണ്ടായിരുന്നുള്ളൂ. വനപാലകരോട് എതിർത്താൽ അതിന്റെ ഭവിഷ്യത്ത് ഭയാനകമായിരിക്കുമെന്ന് അവർക്കറിയാം. നിങ്ങളിങ്ങ് വന്നേ. കാരണവർ അവരെ വിളിച്ചുകൊണ്ട് കുറച്ച് അകലേക്ക് മാറി നിന്ന് അടക്കത്തിൽ എന്തോ സംസാരിച്ചു. ശേഷം പേഴ്സിൽ നിന്ന് 500-ന്റെ 2 നോട്ടുകളെടുത്ത് അവരെ ഏൽപ്പിച്ചു. യുവാക്കൾക്ക് സന്തോഷമായി. റെജി തോമസും ഗാർഡുമാരും പരസ്പരം ഒന്ന് നോക്കുക മാത്രം ചെയ്തു. കാരണവർ മടങ്ങിയെത്തി. പോകാം. സാർ, ഇൻക്വസ്റ്റ് തയ്യാറാക്കണ്ടേ? പോസ്റ്റ്മോർട്ടം നടത്തണ്ടേ? റെജി തിരക്കി. കാരണവരുടെ മുഖം കറുത്തു. ഇവിടെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ചത്തിട്ട് ഇന്ന് രാവിലെ ആ ബോഡി പൊക്കിയത്. പിന്നെ ആ ഒരു മൃഗം. തിടുക്കപ്പെട്ട് ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടത്താൻ തന്റെ ബന്ധുവൊന്നുമല്ലല്ലോ റെജി ഈ മാൻ. കവിളടക്കം ഒരടിയേറ്റതുപോലെ തോന്നി റെജി തോമസിന്. കാരണവർ അത് ശ്രദ്ധിക്കാതെ കുന്നിറങ്ങാൻ തുടങ്ങി. കോവിൽ കടവ്. റോഡിന്റെ സൈഡിൽ കളിപ്പാട്ടം കണക്കെ കിടപ്പുണ്ടായിരുന്നു പോലീസിന്റെ ബൊലേറോ. CI സത്യനാഥിന്റെ മൃതദേഹം മൂന്നാറിലേക്ക് കൊണ്ടുപോയിരുന്നു. DYSP ഇർഫാൻ മുഹമ്മദും ഏതാനും പോലീസുകാരും ഇനിയും അവിടെ നിന്ന് പോയിട്ടില്ല. നേരത്തെ തിക്കിത്തിരക്കി നിന്നിരുന്ന ജനങ്ങളും പിരിഞ്ഞുപോയി. ബൊലേറോ സൂക്ഷ്മമായി പരിശോധിക്കുകയായിരുന്നു ഇർഫാൻ മുഹമ്മദ്. സംഭവം നടന്ന ഭാഗത്തെ റോഡും വ്യക്തമായി നിരീക്ഷണത്തിന് വിധേയമാക്കി. ബൊലേറോയുടെ പിന്നിൽ മറ്റേതോ വാഹനം ഇടിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് ഏതാണ്ട് ബോധ്യമായി. നദിയിലേക്ക് മറിഞ്ഞപ്പോൾ ഉണ്ടായ ചളുക്കുകളല്ല അതിലുള്ളത്. റോഡിൽ ഹെഡ്ലൈറ്റിന്റെ ഭാഗങ്ങൾ ചിതറി വീണിരിക്കുന്നതും അയാൾ കണ്ടു. അത് പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചപ്പോൾ ഉടഞ്ഞതാവാൻ വഴിയില്ല. കൈവരിയുടെ ഭാഗത്തു നിന്ന് 4-5 മീറ്റർ പിന്നിലാണ് അത് കിടക്കുന്നത്. ചിതറിക്കിടക്കുന്ന ചില്ലുകളിൽ കുറച്ചെടുത്ത് ഒരു കവറിലാക്കി അയാൾ തന്റെ വാഹനത്തിൽ വെച്ചു. ആ സമയം ഒന്നും അറിയാത്ത മട്ടിൽ സണ്ണിമോൻ ആ വഴി വന്നു. തന്റെ ബുള്ളറ്റ് ബൈക്കിലായിരുന്നു അയാൾ. ബൈക്ക് നിർത്തി ഇടങ്കാൽ തറയിൽ കുത്തി സണ്ണിമോൻ അവിടെ നിന്ന ഒരു നാട്ടുകാരനോട് വിവരം തിരക്കി. ഇർഫാൻ മുഹമ്മദിന്റെ മനസ്സിൽ പൊടുന്നനെ സംശയത്തിന്റെ വിത്തുകൾ മുളച്ചു. അയാൾ മെല്ലെ ബൈക്കിനടുത്തെത്തി. താൻ ഇവിടേക്ക് തന്നെ ഉണ്ടോ? ഉണ്ട് സാർ, ഒരു ലോഡ്ജിൽ താമസിക്കുക, കാന്തല്ലൂരിൽ. ഇനിയും ഏതെങ്കിലും കേസിൽ കൊടുക്കാൻ പോലീസിന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് കുറഞ്ഞോട്ടെ എന്ന് കരുതി. സണ്ണിമോൻ ചിരിച്ചു. ഇർഫാൻ മുഹമ്മദിന്റെ മുഖം മുറുകി. ഞങ്ങൾ പോലീസുകാർ കാരണമില്ലാതെ ആരുടെയും പേരിൽ കേസെടുക്കാറില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് സാർ പറയുന്നത്. DYSPയുടെ മറുപടിക്ക് കാക്കാതെ സണ്ണിമോൻ ബൈക്ക് വിട്ടുപോയി. അയാൾ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ ഇർഫാൻ മുഹമ്മദ് നോക്കി നിന്നു. മറയൂർ ചന്ദന ബാർ. അവിടെ തിരക്ക് തീരെ കുറവായിരുന്നു. ഒരു മൂലയിൽ ചെന്നിരുന്ന് സണ്ണിമോൻ ബിയറിന് ഓർഡർ നൽകി. ബെയറർ ബിയർ കുപ്പിയും ഗ്ലാസും കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു. ഓപ്പൺ ചെയ്യണോ സാർ? വേണ്ട പറഞ്ഞുകൊണ്ട് സണ്ണിമോൻ ഫോണെടുത്തു. ആർക്കോ ഒരു കോൾ അയച്ചിട്ട് കാതിനും തോളിനുമിടയിൽ ചേർത്ത് വെച്ചു. കണ്ണുകൾ ബിയർ കുപ്പിയിലുണ്ടാകുന്ന ജലകണികകളിൽ തറഞ്ഞു നിന്നു. അല്പം കഴിഞ്ഞ് ഫോൺ തിരികെ ടേബിളിൽ വെച്ചിട്ട് അയാൾ കുപ്പിയെടുത്തു. അതിന്റെ അടപ്പ് പല്ലുകൾക്കിടയിൽ ചേർത്ത് വെച്ച് ഒന്ന് പിടിച്ചു. പാമ്പിന്റെ സീൽക്കാരം പോലെ ഒരു ശബ്ദത്തോടെ കുപ്പി ഓപ്പണായി. സണ്ണിമോൻ അടപ്പ് മേശപ്പുറത്തേക്ക് തുപ്പിയിട്ട് കുപ്പിയുടെ വായ്ഭാഗം ഒന്ന് തുടച്ചു.
പിന്നെ വായിലേക്ക് ചരിച്ചു. അയാളുടെ തൊണ്ടക്കുഴി അനങ്ങിക്കൊണ്ടേയിരുന്നു. ബിയർ മുഴുവൻ അകത്താക്കിയിട്ടേ സണ്ണിമോൻ കുപ്പിവെച്ചുള്ളൂ. ആഹാ, തുടക്കം ബിയറിലാണോ? ഒരു ചോദ്യം കേട്ട് അയാൾ ശിരസ് തിരിച്ചു. റേഞ്ചർ കാരണവർ കേശവ്. സിവിൽ ഡ്രസ്സിലായിരുന്നു അയാൾ. കാരണവർ സണ്ണിമോന് എതിരെ ഇരുന്നു. ബിയറിൽ തുടങ്ങി ലിക്കറിലേക്ക് മെല്ലെ മാറുന്നത് സുഖമുള്ള കാര്യമാ സാറേ. സണ്ണിമോൻ ചിരിച്ചു. എങ്കിൽ ഇന്ന് ഞാനും അതൊന്ന് പരീക്ഷിക്കാൻ പോവുകയാ. കാരണവർ ബേററെ കയ്യാട്ടി വിളിച്ചു. ഒരു ബിയർ എനിക്കും. അവൻ പോയപ്പോൾ ചുറ്റും നോക്കിക്കൊണ്ട് കാരണവർ പറഞ്ഞു, ഓഫീസിലുള്ള മറ്റവന്മാർ നമ്മളെ ഒന്നിച്ച് കാണണ്ടെന്ന് കരുതി. അതിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അത് നന്നായി. പിന്നെ ആ സിയുടെ ബോഡി കിട്ടിയ ഭാഗത്ത് വെച്ച് ഡിവൈഎസ്പി ഇർഫാൻ മുഹമ്മദിനെ ഞാൻ കണ്ടു. അയാൾക്കെന്തോ സംശയം ഉള്ളതുപോലെ. കാരണവർ കൈവിരലുകൾ കോർത്ത് മടക്കി ഞൊട്ട വിട്ടു. അവൻ സംശയിക്കട്ടെ. സംശയിക്കേണ്ടത് പോലീസിന്റെ ജോലിയാണല്ലോ. പക്ഷെ നമ്മളെ ആ കേസിലേക്ക് വലിച്ചിഴയ്ക്കാൻ പറ്റുന്ന ഒരു തെളിവും അവന് കിട്ടില്ല. പണി നടത്തിയവന്മാർ രാത്രി തന്നെ കമ്പത്തെത്തി. അതിനുപയോഗിച്ച ലോറി പോലും ഇപ്പോൾ തേനി ജില്ലയിലില്ല. സണ്ണിമോന് സന്തോഷമായി. ബിയർ വന്നു. കാരണവർ അത് പതഞ്ഞു പോകാതെ ഗ്ലാസ്സിലേക്ക് പകർന്ന് പതുക്കെ രുചിച്ചു. ഇപ്പോൾ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് മറ്റൊരു കാര്യം പറയാനാ. ഫോണിലൂടെ ഇനി അധികം ചർച്ച വേണ്ട. നമ്മൾ രണ്ടുപേരുടെയും കോളുകൾ സൈബർ പോലീസ് ശ്രദ്ധിക്കുന്നുണ്ടാവും. അത് ശരിയാണെന്ന് സണ്ണിമോനും അറിയാം. മരിച്ചത് പോലീസ് ഉദ്യോഗസ്ഥൻ ആയതിനാൽ ഇർഫാൻ മുഹമ്മദ് അതിന്റെ അങ്ങേയറ്റം വരെ കണ്ടെത്താൻ ശ്രമിക്കും. കാരണവർ കേശവ് ആദ്യ ഗ്ലാസ് കുടിച്ചു തീർത്തു. ശേഷം പറഞ്ഞു, നിശാചരൻ ഭൈരവമൂർത്തി പണ്ട് വേട്ടയ്ക്ക് പോയിരുന്നില്ലേ? നമുക്ക് ഇന്ന് രാത്രി അയാളുടെ വീട്ടിലൊന്ന് പോകണം. എന്തിനാ സാറേ? സണ്ണിമോന്റെ നെറ്റി ചുളിഞ്ഞു. ഒരു വേട്ടയ്ക്ക് തന്നെ. കാര്യങ്ങൾ വഴിയെ പറയാം. കാരണവർ അടുത്ത ഗ്ലാസ് എടുത്തു. ഇനി മുതൽ രാത്രിയിൽ ആര് വന്ന് വിളിച്ചാലും അച്ഛൻ വാതിൽ തുറക്കരുത്. ചന്തയിൽ നിന്ന് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ സൂര്യകാന്തി പരമശിവയോട് പറഞ്ഞു. അതെന്താടി? പരമശിവയ്ക്ക് വിസ്മയം. നമ്മളോട് അല്പം കരുണയുണ്ടായിരുന്ന CA സത്യനാഥ് സാറും മരിച്ചു. ഇനി നമ്മൾ തന്നെ നമ്മളെ നോക്കണം. കാരണവർ സാർ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നേരാ. പരമശിവ സമ്മതിച്ചു. അയാൾ ഏത് വിധേനയും നമ്മളെ ചതിക്കാൻ ശ്രമിക്കും. അതാ ഞാൻ പറഞ്ഞത്. ഇനി പോത്തുകളെ വല്ല പുലിയും വന്ന് പിടിച്ചാൽ പോലും പോട്ടേന്ന് വെച്ചേക്കണം. എനിക്ക് അച്ഛനും ഞാനും മാത്രമേയുള്ളൂ. മകളുടെ ഉള്ളിൽ നല്ല സംശയവും ഭീതിയുമുണ്ടെന്ന് പരമശിവ തിരിച്ചറിഞ്ഞു. സത്യനാഥ് സാറിനെ കൊന്നതാണെന്ന ആൾക്കാരുടെ അടക്കം പറച്ചിൽ സൂര്യകാന്തി പറഞ്ഞു. പരമശിവയും അങ്ങനെ കേട്ടിരുന്നു. പെട്ടെന്ന് സൂര്യകാന്തിയുടെ ഫോൺ ഇരമ്പി. അവൾ അതെടുത്തു നോക്കി. അപരിചിതമായ നമ്പർ. എങ്കിലും കോളെടുത്തു. ഹലോ, ആരാണ്? ഹലോ. അപ്പുറത്തുനിന്ന് ആ ശബ്ദം മാത്രം. പിന്നെ റേഞ്ച് നഷ്ടപ്പെട്ടതുപോലെ അത് മുറിഞ്ഞു. സൂര്യകാന്തിയുടെ മനസ്സിൽ ഒരു തുടിപ്പുണ്ടായി. ആ ശബ്ദം, അത് ജീപ്പ് ഡ്രൈവർ രാമസ്വാമിയുടേതുപോലെ. അല്പനേരം കാത്തിരുന്നിട്ടും പിന്നീട് വിളി വന്നില്ല. അവൾ ആ നമ്പറിൽ അങ്ങോട്ട് വിളിച്ചു. പക്ഷേ ഔട്ട് ഓഫ് കവറേജ്. സമയം രാത്രി 8 മണി. റേഞ്ചർ കാരണവർ കേശവും സണ്ണിമോനും യാത്രയായി നിശാചരൻ ഭൈരവമൂർത്തിയുടെ വീട്ടിലേക്ക്. ഇത്തവണ സണ്ണിമോന്റെ ബൈക്കിലായിരുന്നു സഞ്ചാരം. നിശാചരന്റെ വീട്ടുമുറ്റത്ത് കുറെ ദിവസമായി ആരുമില്ലാത്തതിന്റെ ലക്ഷണങ്ങൾ കാണാമായിരുന്നു. നിറയെ കരിയിലകൾ. സണ്ണിമോൻ ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തു. പിന്നെ സെൽഫോണിന്റെ ലൈറ്റ് തെളിച്ചു. എല്ലാം പെട്ടെന്നായിരിക്കണം. പുറത്തെ ലൈറ്റ് യാതൊരു കാരണവശാലും തെളിക്കരുത്, കാരണവർ അടക്കം പറഞ്ഞു. ആമ്പലിനെ കൊല്ലാൻ കൊണ്ടുപോയ സമയത്ത് അവൾ വാതിൽ പൂട്ടി താക്കോൽ വെച്ച സ്ഥലം സണ്ണിമോന് നിശ്ചയമുണ്ടായിരുന്നു. അവിടെ നിന്ന് അതെടുത്ത് അയാൾ വാതിൽ തുറന്നു. ഇരുവരും അകത്ത് കയറിയ ഉടൻ വീണ്ടും വാതിലടച്ചു കൊളുത്തിട്ടു. പിന്നെ മുറിയിലെ ലൈറ്റ് തെളിച്ച് തിരച്ചിൽ തുടങ്ങി. കിടപ്പുമുറി ആകെ പരുതിയെങ്കിലും അവർക്ക് കിട്ടിയത് 4 കുപ്പി വാറ്റ് ചാരായം മാത്രമാണ്. ഇതിനി ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. ആര് കുടിക്കാനാ? കാരണവർ അതെടുത്ത് മാറ്റിവെച്ചു. പിന്നെ അവരുടെ അന്വേഷണം അടുക്കളയിലായി. അടുപ്പിന് മുകളിലത്തെ തട്ടിൽ നിറയെ വിറകുകളായിരുന്നു. ഒരു സ്റ്റൂൾ ആ ഭാഗത്തേക്ക് നീക്കിയിട്ട് സണ്ണിമോൻ അതിൽ കയറി പരിശോധന തുടങ്ങി. കാരണവർ പാത്രങ്ങൾക്കിടയിലും ഒരു മൂലയിൽ കൂട്ടിയിട്ടിരുന്ന ചാക്കുകൾക്കിടയിലും നോക്കി. ഒരു നിര വിറക് മാറ്റിക്കഴിഞ്ഞപ്പോൾ സണ്ണിമോൻ കുറച്ച് ഉണക്കമാംസം വലിച്ച് പുറത്തിട്ടു. ഏകദേശം 6 ഇഞ്ച് വീതിയിൽ അറുത്തെടുത്ത കാട്ടുപോത്തിന്റെ മാംസം. ഇത് കൊണ്ടുപോകണോ സാറേ? അയാൾ കാരണവരെ നോക്കി. പിന്നെ വേണ്ടേ, ഉഗ്രൻ സാധനമല്ലേ. ഇത് നമ്മൾ കഴിച്ചില്ലെങ്കിൽ നിശാചരന്റെയും ആമ്പലിന്റെയും ആത്മാക്കൾ നമ്മളോട് പൊറുക്കുമോ? പറയുന്നതിനിടയിൽ കാരണവർ അവിടെയിരുന്ന ഒരു പാട്ട തുറന്നു. എന്നിട്ട് അതിനുള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ പുറത്തേക്കെടുത്തു. വെടിയുണ്ടകൾ, ഡബിൾ ബാരൽ ഗണ്ണിൽ ഉപയോഗിക്കുന്ന ടോർച്ച് ബാറ്ററി വലിപ്പത്തിലുള്ളവ. അയാളുടെ കണ്ണുകൾ തിളങ്ങി.
ഉണ്ട കിട്ടി സണ്ണി. അപ്പോൾ തോക്ക് ഇവിടെ കാണാതിരിക്കാൻ വഴിയില്ലല്ലോ. വേഗം നോക്ക്. പരിശോധന തുടർന്നു. കിട്ടി. പെട്ടെന്ന് സണ്ണിമോന്റെ ആഹ്ലാദം നിറഞ്ഞ ശബ്ദം. ഒപ്പം തട്ടിൽ നിന്ന് നീളത്തിൽ ചുരുട്ടിക്കെട്ടിയിരുന്ന ഒരു ചണച്ചാക്കെടുത്ത് അയാൾ കാരണവർക്ക് നീട്ടി. കാരണവർ അത് വാങ്ങി പാതകത്തിൽ വെച്ച് കെട്ടഴിച്ചു. ശേഷം അതിനുള്ളിൽ നിന്ന് ഒരു ഡബിൾ ബാരൽ ഗൺ പുറത്തെടുത്തു. ഉഗ്രൻ സാധനം. കാരണവർ വിജയഭാവത്തിൽ ചിരിച്ചു. തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ ഇത് മതി. അധ്യായം 24. റേഞ്ചർ കാരണവർ കേശവ് തന്റെ കർച്ചീഫ് എടുത്ത് ആ ഡബിൾ ബാരൽ ഗണ്ണിൽ ഒന്ന് തുടച്ചു. പിന്നെ അതിന്റെ പാത്തി തോളിൽ അമർത്തിക്കൊണ്ട് സണ്ണിമോന്റെ നേർക്ക് ഉന്നം പിടിച്ചു. ഉഗ്രൻ സാധനമാ സണ്ണി ഇത്. തോക്കിന്റെ പിൻഭാഗം തറയിൽ കുത്തി അയാൾ അതിന്റെ ഭംഗി ആസ്വദിച്ചു. ഇപ്പോൾ ഇത്തരത്തിൽ തോക്കുണ്ടാക്കുന്ന പണിക്കാർ കുറവാ. കാലമത്ര കഴിഞ്ഞാലും ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. നോക്കട്ടെ സാറേ. സണ്ണിമോൻ സ്റ്റോളിൽ നിന്നിറങ്ങി. ഒരു ഡബിൾ ബാരൽ ഗൺ അയാൾ കയ്യിലെടുക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. ഇതിന് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. പക്ഷെ വെടിവെക്കാൻ അറിയാവുന്ന വേട്ടക്കാർക്ക് കാട്ടുപോത്തിന്റെ ചങ്ക് പിളർക്കാൻ ഇതിലെ ഒരു ഉണ്ട മതി. കാരണവർ തോക്ക് തിരിച്ചു വാങ്ങി. പിന്നെയും ചാക്കിൽ പൊതിഞ്ഞു. നമുക്കിതുകൊണ്ട് എന്താ സാറേ പ്രയോജനം? സണ്ണിമോന്റെ ചോദ്യം കേട്ട് കാരണവർ ചിരിച്ചു. പ്രയോജനങ്ങൾ ഒന്നല്ല, ഒരുപാടുണ്ട്. ചാക്കിലെ അവസാനത്തെ കെട്ടും അയാൾ മുറുക്കി. ശേഷം ചുറ്റും നോക്കി. ഭിത്തിയിലെ ആണിയിൽ ഒരു വലിയ പ്ലാസ്റ്റിക് സഞ്ചി തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു. അയാൾ അതെടുത്ത് വെടിയുണ്ടകൾ ഒരു കടലാസിൽ പൊതിഞ്ഞ് ഏറ്റവും അടിയിൽ വെച്ചു. ഇനി ആ ഉണക്ക ഇറച്ചി കൂടി ഇതിനുള്ളിൽ തിരികിക്കോ. കാരണവർ സഞ്ചി സണ്ണിമോനെ ഏൽപ്പിച്ചു. സണ്ണിമോൻ ഉണക്ക ഇറച്ചി 4 മടക്കി സഞ്ചിക്കുള്ളിൽ അമർത്തി വെച്ചു. ഉരലിലിട്ട് ഇടിച്ചു ചതയ്ക്കുമ്പോൾ ഇതിന്റെ 4 ഇരട്ടി വരുമെന്ന് അയാൾ ഓർത്തു. വറ്റൽമുളക് ചേർത്ത് വേണം ഇടിച്ച് പദം വരുത്താൻ. പോകാം. കിടപ്പുമുറിയിൽ മടങ്ങിയെത്തിയപ്പോൾ കാരണവർ നേരത്തെ എടുത്തു വെച്ചിരുന്ന നാടൻ ചാരായത്തിന്റെ കുപ്പികളും എടുത്തു. സണ്ണിമോൻ വീടിന്റെ വാതിൽ അടച്ചു പൂട്ടാൻ തുടങ്ങിയപ്പോൾ കാരണവർ തടഞ്ഞു. അതൊന്നും വേണ്ടടോ. നിശാചരൻ ഭൈരവമൂർത്തിയോ ഭാര്യ ആമ്പലോ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത സ്ഥിതിക്ക് ഇത് പൂട്ടി സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇരുവരും ബൈക്കിനടുത്തെത്തി. സാറ് വണ്ടി ഓടിച്ചാൽ പിന്നിൽ ഇതെല്ലാം പിടിച്ചോണ്ട് ഞാനിരുന്നോളാം, സണ്ണിമോൻ പറഞ്ഞു. കാരണവർ സമ്മതിച്ചു. അയാൾ ബൈക്കിൽ കയറി. സണ്ണിമോൻ പിന്നിലിരുന്നിട്ട് തനിക്കും കാരണവർക്കും ഇടയിലായി സീറ്റിൽ തോക്ക് കുറുകെ വെച്ചു. സഞ്ചിയും ബാറ്റി ചാരായവും മടിയിലും. സ്റ്റാൻഡ് തട്ടിയിട്ട് കാരണവർ ബൈക്ക് സ്റ്റാർട്ടാക്കി. ഇരുളിൽ വെളിച്ചത്തിന്റെ ഒരു തുരങ്കം സൃഷ്ടിച്ചുകൊണ്ട് അത് മെല്ലെ റോഡിലേക്കിറങ്ങി. മറയൂരെ പെട്രോൾ പമ്പിൽ അപ്പോഴും ഇന്ധനം നിറയ്ക്കാൻ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വിധത്തിൽ കാരണവർ നാച്ചിവയൽ ഭാഗത്തേക്ക് ബൈക്ക് വിട്ടു. മാൻ ചത്തുകിടന്ന ഭാഗത്തേക്ക് പോകുന്ന വഴിക്കരികിൽ കാരണവർ ബൈക്ക് നിർത്തി. എല്ലാം ഇറക്കി വെച്ചോ. സണ്ണിമോൻ തോക്ക് സഞ്ചിയും ചാരായക്കുപ്പികളും ഒരു പാറയ്ക്ക് പിന്നിൽ വെച്ചു. കാരണവർ ഫോണെടുത്ത് ഒരു നമ്പർ കുത്തി. അപ്പുറത്ത് കോൾ എടുക്കപ്പെട്ടു. 2 പേരുമുണ്ടോ അവിടെ? ഉണ്ട് സാറേ, മറുപടി കിട്ടി. എങ്കിലൊരാൾ ഇങ്ങോട്ടിറങ്ങി വാ, ഞങ്ങൾ താഴെ റോഡിലുണ്ട്. അത്രമാത്രം പറഞ്ഞിട്ട് കാരണവർ കോൾ കട്ട് ചെയ്തു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കരിയിലകൾ ഞെരിയുന്ന ഒച്ച കേട്ടു. കാരണവരും സണ്ണിമോനും കുന്നിന്റെ ചെരിഞ്ഞ ഭാഗത്തേക്ക് നോക്കി. ഇരുട്ടിന്റെ കട്ട പോലെ ഒരാൾ കുന്നിറങ്ങി അവർക്കടുത്തെത്തി. കാരണവർക്ക് അത്ഭുതം. നീ വെളിച്ചമില്ലാതെയാണോ ഇറങ്ങി വന്നത്? ഓ, ഞങ്ങൾക്ക് രാത്രിയും പകലും ഒന്നുപോലാ സാറേ. പണ്ടേയുള്ള ശീലമാ. ഏതിരുട്ടിലും ഞങ്ങൾക്ക് മങ്ങിയ കാഴ്ച കാണാം. ഏതെങ്കിലും മൃഗം മുന്നിലുണ്ടെങ്കിൽ മണത്തറിയാനും സാധിക്കും, ആഗതൻ അഭിമാനത്തോടെ പറഞ്ഞു. എന്നിട്ടും മൊബൈലിന്റെ വെളിച്ചം അയാളുടെ മുഖത്തടിച്ച് ആൾ മാറിയിട്ടില്ലെന്ന് കാരണവർ ഉറപ്പാക്കി. ചത്തമാനിന്റെ അടുത്തേക്ക് ഫോറസ്റ്റുകാരെ കൊണ്ടുപോയ ചെറുപ്പക്കാരിൽ ഒരാളായിരുന്നു അത്. മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ചാരായക്കുപ്പികൾ അയാൾ ആദിവാസി യുവാവിനെ ഏൽപ്പിച്ചു. എന്താ നിന്റെ പേര്? തങ്കൻ. ചാരായക്കുപ്പി കണ്ട് അയാളുടെ കണ്ണുകൾ തിളങ്ങി. സഞ്ചിയിൽ നിന്ന് കുറച്ച് ഉണക്കമാംസമെടുത്ത് അയാൾ തങ്കന് നൽകി. നിന്റെ വീട് ഇവിടെ അടുത്തല്ലേ? ആണ് സാറേ. എങ്കിൽ ഇതൊക്കെയായിട്ട് അങ്ങോട്ട് പോ. എന്നിട്ട് ഇറച്ചി വറ്റൽ മുളകിട്ടിടിച്ച് പദം വരുത്തി കുരുമുളകും ഉള്ളിയും ചേർത്ത് വറുക്ക്. 1 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളങ്ങ് വരാം. തങ്കന് സന്തോഷമായി. നിധി കൊണ്ടുപോകുന്നത് പോലെ അയാൾ അതുമായി മടങ്ങി. രാവിലെ പോയ പരിചയം വെച്ച് മൊബൈൽ ടോർച്ചിന്റെ വെട്ടത്തിൽ കാരണവർ മുന്നിൽ നടന്നു. പിന്നിൽ സഞ്ചിയും തോക്കുമായി സണ്ണിമോനും. 1/2 മണിക്കൂറോളം എടുത്തു അവർ മാൻ ചത്തുകിടക്കുന്ന ഭാഗത്തെത്താൻ. ആരാ അത്? ഇരുട്ടിൽ നിന്നൊരു ചോദ്യം. ഞങ്ങളാ, പറഞ്ഞുകൊണ്ട് കാരണവർ തന്റെ മുഖത്തേക്ക് മൊബൈലിന്റെ വെളിച്ചം കാട്ടി. മാനിന് കാവലിരുന്ന ആദിവാസി യുവാവിന് ആളെ പിടികിട്ടി.
പാറപ്പുറത്ത് ഇരിക്കുകയായിരുന്ന അയാൾ ഇറങ്ങി വന്നു. ഞങ്ങൾ പോയ ശേഷം ഈ ഭാഗത്തേക്കൊന്നും ആരും വന്നില്ലല്ലോ, അല്ലേ? ഇല്ല സാർ, യുവാവ് പറഞ്ഞു. കാരണവർ അയാൾക്കൊരു സിഗരറ്റ് നൽകി. സന്തോഷത്തോടെ അയാൾ അത് കത്തിച്ച് പുകയൂതി. തങ്കൻ എന്തിയ സാറേ? യുവാവ് തിരക്കി. ഞാനവനെ അവന്റെ വീട്ടിലേക്ക് വിട്ടിരിക്കുകയാ. നല്ല ഒന്നാന്തരം പോത്തിറച്ചിയും വാറ്റുചാരായവുമായിട്ട്. നമ്മൾ ചെല്ലുമ്പോഴേക്കും അതൊക്കെ അവൻ ശരിയാക്കി വെച്ചിരിക്കും. നിന്റെ പേര് ഞാൻ ചോദിക്കാൻ മറന്നു. വേലെന്നാ സാറേ, അയാൾ ഭവ്യതയോടെ അറിയിച്ചു. കാരണവർ ഒരു പാറയിൽ ചാരി നിന്നു. ഞാൻ പറഞ്ഞത് നീ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. വേൽ മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ മൂടിക്കെട്ടിയ ഒരു സഞ്ചിക്ക് നേരെ വിരൽ ചൂണ്ടി. ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് സണ്ണിമോൻ. കാരണവർ തന്റെ പ്ലാൻ അയാളോട് പറഞ്ഞിരുന്നില്ല. വേലിന്റെയും തങ്കന്റെയും ഒക്കെ വിശേഷങ്ങൾ ചോദിച്ചിരുന്ന് സമയം കടന്നുപോയി. കാരണവരുടെ ഫോൺ ഇരമ്പിയപ്പോൾ അയാൾ അതെടുത്തു നോക്കി. തങ്കനാണ്. എല്ലാം റെഡിയായോടാ? കാരണവർ ഫോൺ കാതിലേക്ക് ചേർത്തു. ആയി സാറേ, ഞാനങ്ങോട്ട് കൊണ്ടുവരണോ അതോ? വേണ്ട, ഞങ്ങളങ്ങ് വന്നോളാം. അതുവരെ നീ കുറച്ച് വാറ്റുചാരായം എടുത്ത് കുടിക്ക്. ആട്ടെ സാറേ. തങ്കന്റെ ആഹ്ലാദം ശബ്ദത്തിൽ നിന്ന് കാരണവർ തിരിച്ചറിഞ്ഞു. കോൾ മുറിച്ചിട്ട് അയാൾ വേലിനെ നോക്കി. അപ്പോൾ നമുക്ക് പണി തുടങ്ങിയേക്കാം. തങ്കൻ വിരുന്നൊരുക്കി കാത്തിരിക്കുകയാ. ശരി സാറേ. വേലിന്റെ ശബ്ദത്തിലും സന്തോഷം. കാരണവർ സണ്ണിമോന് നിർദ്ദേശം നൽകി. ചാക്കഴിച്ച് തോക്കിങ്ങെടുക്ക്. പിന്നെ സഞ്ചിയിൽ നിന്ന് 2 വെടിയുണ്ടകളും. സണ്ണിമോൻ അപ്രകാരം ചെയ്തു. തോക്ക് കണ്ടപ്പോൾ വേലിന്റെ മുഖത്തുണ്ടായ പേടി ഇരുട്ടിൽ അവരാരും കണ്ടില്ല. കാരണവർ തോക്ക് മുന്നോട്ട് മടക്കി. ഒടിഞ്ഞതുപോലെ അതിന്റെ കുഴൽ ഭാഗം താഴേക്ക് കുനിഞ്ഞു. കാരണവർ വെടിയുണ്ടകൾ 2 ഹോളുകളിലേക്ക് തള്ളിവെച്ച ശേഷം തോക്ക് പഴയ പടിയാക്കി. നിങ്ങൾ കുറച്ച് മാറി നിന്നോ, മാനിനെ നോക്കിക്കൊണ്ട് കാരണവർ കൽപ്പിച്ചു. സണ്ണിമോനും വേലും അനുസരിച്ചു. കാരണവർ 4-5 അടി പുറകിലേക്ക് മാറി. പിന്നെ തോക്കുകൊണ്ട് മാനിനെ ഉന്നം വെച്ചു. മാനിന്റെ ശരീരത്തു നിന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിരുന്നു. കാരണവരുടെ കൈവിരൽ ട്രിഗറിലേക്ക് നീങ്ങി. 2 ട്രിഗറുകൾ ഉള്ള തോക്കായിരുന്നു അത്. കാരണവർ കാഞ്ചി വലിച്ചു. കാതടപ്പിക്കുന്ന ഒരു വെടിവെച്ച. മാനിന്റെ ജഡം ഒന്ന് കുലുങ്ങി. അടുത്ത നിമിഷം രണ്ടാമതും കാരണവർ നിറയൊഴിച്ചു. വെടിവെച്ച മലമടക്കുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. താഴ്വരകളിൽ ചേക്കേറിയിരുന്ന പക്ഷികൾ ഭീതിയോടെ 4 പാടും ചിതറിപ്പറന്നു. സംതൃപ്തമായ ഒരു ചിരിയോടെ കാരണവർ തോക്ക് സണ്ണിമോന്റെ കയ്യിൽ മടക്കി നൽകി. ചാക്കിൽ വെച്ച് കെട്ടിയേരി. സണ്ണിമോൻ അതിശയിച്ചു. ചത്ത മാനിനെ എന്തിനാ സാറേ വെടിവെച്ചത്? കാരണവർ ഒന്ന് ചൂളമടിച്ചു. മോനെ സണ്ണി, കാണാൻ പോകുകയല്ലേ പൂരം. അനന്തരം അയാൾ വേലിനോട് പറഞ്ഞു. ഇനി അതിങ്ങെടുക്ക്. വേൽ ചാക്കിന്റെ മൂടി അഴിച്ചു. അപ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു കോഴിയുടെ ശബ്ദം കേട്ടു. കാരണവർ ഫോണിലെ ടോർച്ച് മിന്നിച്ചു നോക്കി. ഒരു ചുവന്ന പൂവൻ കോഴി. വേൽ അതിന്റെ കൂട്ടിക്കെട്ടിയ കാലുകളിൽ പിടിച്ചുയർത്തി. കോഴി പ്രാണപരാക്രമത്തോടെ ചിറകിട്ടടിച്ചു. മരിക്കാൻ നേരത്ത് കോഴിയായാലും മനുഷ്യനായാലും ഒരേ വികാരമായിരിക്കും, അല്ലേ സണ്ണി? പ്രാണഭയവും രക്ഷപ്പെടാനുള്ള ത്വരയും. സണ്ണിമോൻ സമ്മതിച്ചു. അതുവരെ എത്ര അഹങ്കരിച്ച ജീവിയാണെങ്കിലും മരണത്തെ മുന്നിൽ കാണുമ്പോൾ പതറിയിരിക്കും. ഇത്തരം പരാക്രമങ്ങൾ കാണിക്കുന്നത് ഒരു സുന്ദരി പെണ്ണാണെങ്കിലോ നല്ല രസമായിരിക്കും, അല്ലേ? കാരണവർ ഉദ്ദേശിച്ചത് സൂര്യകാന്തിയെ ആണെന്ന് സണ്ണിമോന് പിടികിട്ടി. അതെ സാറേ, ഭയങ്കര രസമാ. അരയിൽ നിന്ന് വലിച്ചെടുത്ത കത്തിയുമായി കോഴിയെയും പിടിച്ച് അടുത്ത ആജ്ഞ കാത്തു നിൽക്കുകയാണ് വേൽ. കാരണവർ മാനിന്റെ നേർക്ക് വെളിച്ചമടിച്ചു. അതിന്റെ കഴുത്തിനു പുറകിലും വയറ്റത്തുമായി 2 തുളകൾ കണ്ടു. വേൽ, സാർ, ഇനി നീ കോഴിയുടെ കഴുത്ത് മുറിക്കണം. എന്നിട്ട് വെടിയേറ്റ 2 ദ്വാരങ്ങളിലേക്കും ചോര വീഴ്ത്തണം. കുറച്ച് മാനിന്റെ പുറത്തും ആയിക്കോട്ടെ, സാർ. വേൽ ആദ്യം കത്തി കടിച്ചു പിടിച്ചു. ശേഷം കോഴിയുടെ ചിറകുകളിൽ പിടിച്ച് പരസ്പരം പൂട്ടിട്ടു. മുന്നോട്ട് നീങ്ങി മാനിന്റെ സമീപം എത്തിയിട്ട് കോഴിയെ തന്റെ കാൽമുട്ടുകൾക്കിടയിൽ അമർത്തി പിടിച്ചു. തുടർന്ന് അതിന്റെ കഴുത്തിൽ നിന്ന് ചീറ്റിയ ചോര മാനിന്റെ മുറിവുകളിൽ വീണ് തുളുമ്പി. കോഴിയുടെ പിടച്ചിൽ നിന്നു. കാരണവരുടെ മുഖത്ത് സംതൃപ്തി തെളിഞ്ഞു. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് നമ്മുടെ ആളാ. അതുകൊണ്ട് ചോര കോഴിയുടേതാണോ മാനിന്റേതാണോ എന്നൊന്നും നോക്കത്തില്ല. ഇപ്പോൾ കണ്ടാൽ മാൻ വെടിയേറ്റ് ചത്തതാണെന്നേ തോന്നൂ സണ്ണി. അക്കാര്യത്തിൽ സംശയം വേണ്ട സാർ. സണ്ണിമോന് കാര്യം ഏതാണ്ട് വ്യക്തമായി തുടങ്ങി. സാറേ, ഈ കോഴി? വേൽ സന്ദേഹത്തോടെ നിന്നു. അതിനെ ചാക്കിലിട്ട് നീ തന്നെ കൊണ്ടുപോയിക്കോ. പിന്നെ ഇവിടെ എങ്ങാനും കോഴിത്തൂവൽ കിടപ്പുണ്ടോ എന്ന് നോക്കണം. കാരണവർ വെളിച്ചം വീശി കാണിച്ചു. ചോര പുരണ്ടതും അല്ലാത്തതുമായ ഏതാനും തൂവലുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു.
അവയെല്ലാം പെറുക്കി വേൽ ചാക്കിൽ നിക്ഷേപിച്ചു. എങ്കിൽ നമുക്കിനി പോകാം. കാരണവർ സണ്ണിയോടും വേലിനോടുമായി പറഞ്ഞു. രാത്രി കാവൽ വേണ്ടേ സാറേ? വേൽ ചാക്കുയർത്തി തോളിലിട്ടു. ഇന്നിനി അതിന്റെ ആവശ്യമില്ല. പക്ഷേ നാളെ നിങ്ങൾ തങ്കനും വേലും ഇവിടെ കാണണം. രാവിലെ ഞാൻ പറഞ്ഞു തന്ന പോലെ ആര് ചോദിച്ചാലും പറയാവോ? വേൽ സമ്മതിച്ചു. മൂവരും കുന്നിറങ്ങി തുടങ്ങി. തോക്കും സഞ്ചിയുമായുള്ള ആ യാത്ര സണ്ണിമോനെ സംബന്ധിച്ചിടത്തോളം അല്പം ദുഷ്കരമായിരുന്നു. എങ്കിലും മിണ്ടിയില്ല. വേൽ, നമുക്ക് നേരെ തങ്കന്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. പകുതിയോളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കാരണവർ ഓർമ്മപ്പെടുത്തി. എങ്കിൽ ഇതിലെ ഒരു കുറുക്കു വഴിയുണ്ട് സാറേ. വേൽ ഇടത്തേക്ക് തിരിയാൻ ഭാവിച്ചു. അത് വേണ്ട, ബൈക്ക് റോഡിൽ ഇരിപ്പുണ്ട്. വളരെ ശ്രദ്ധിച്ച് അവർ റോഡിലെത്തി. സണ്ണി, ഒരു കാര്യം ചെയ്യ്. ആദ്യം വേലിനെ കൊണ്ട് വിട്ടിട്ട് വാ. വീടും മനസ്സിലാക്കാമല്ലോ. തോക്കും സഞ്ചിയും റോഡരികിലെ പാറയിൽ ചാരിവെച്ചിട്ട് സണ്ണിമോൻ വേലിനെയും കൊണ്ടുപോയി. 5 മിനിറ്റിനുള്ളിൽ മടങ്ങിയെത്തുകയും ചെയ്തു. പിന്നെ ബൈക്ക് ഓടിച്ചത് കാരണവരാണ്. സഞ്ചിയും തോക്കുമായി സണ്ണിമോൻ പുറകിലിരുന്നു. എതിരെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ചരക്ക് ലോറി കിതച്ചുകൊണ്ട് കയറ്റം കയറിപ്പോയി. അവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരം പോലുമില്ലായിരുന്നു തങ്കന്റെ കുടിലിലേക്ക്. ആദിവാസികളുടെ ഊര് ആരംഭിക്കുന്ന ഭാഗത്താണ് അയാളുടെ കുടിൽ. മുറ്റത്തിനു താഴെ റോഡിൽ ബൈക്ക് വെച്ച് കുത്തുകല്ലുകൾ കയറി അവർ മുറ്റത്തെത്തി. അവരെ വരവേൽക്കാൻ എന്നവണ്ണം മുറ്റത്ത് 5 പേർ ഉണ്ടായിരുന്നു. തങ്കന്റെ മാതാപിതാക്കളും അനുജനും അനുജത്തിയും ഭാര്യയും. തങ്കൻ അവരെ കാരണവർക്ക് പരിചയപ്പെടുത്തി. നമസ്കാരം. കാരണവർ കൈകൂപ്പി. തങ്ങളുടെ ആഗമനത്തിൽ ആ കുടുംബം വലിയ ആഹ്ലാദത്തിലാണെന്ന് കാരണവരും സണ്ണിമോനും മനസ്സിലാക്കി. അവരുടെ കണ്ണുകൾ തങ്കന്റെ ഭാര്യയിലും സഹോദരിയിലും മാറി മാറി പതിഞ്ഞു. വാറ്റുചാരായത്തിലും ഇടിയിറച്ചിക്കുമൊപ്പം മറ്റൊരു സാധനം കൂടി ഒരുക്കിയിരുന്നു തങ്കൻ, ഇലയട. കാരണവർ അകത്തെ മുറിയിലെ തടിക്കസേരയിൽ ഇരുന്നു കൊണ്ട് അട അല്പം മുറിച്ച് വായിലിട്ട് രുചിച്ചു. ആഹാ! അഭിനന്ദിക്കുന്ന മട്ടിൽ അയാൾ തങ്കന്റെ ഭാര്യയെ നോക്കി. ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാ? ഭയങ്കര രുചി. ആ യുവതിയുടെ കണ്ണുകൾ തിളങ്ങി. മുളയരി. മനോഹരമായ ശബ്ദത്തിൽ അവൾ തുടർന്നു. മുളയരി ഇടിച്ചു പൊടിച്ച് 12 വർഷത്തിലൊരിക്കൽ മുള പോക്കുമെന്നും അതിലുണ്ടാകുന്ന അരി ഔഷധവീര്യം നിറഞ്ഞ ഭക്ഷണ പദാർത്ഥമാണെന്നും കാരണവർ കേട്ടിട്ടുണ്ട്. പക്ഷേ പൂത്തു കഴിഞ്ഞാൽ ആ മുളങ്കൂട്ടത്തിന്റെ ആയുസ്സും അതോടെ തീരുകയായി. വയനാടൻ മേഖലയിലും മറ്റും മുള പോക്കുമ്പോൾ ആളുകൾ അതിന്റെ ചുറ്റുപാടുമുള്ള കരിയിലകളും പുല്ലുകളും നീക്കി തൂത്തു വൃത്തിയാക്കിയിടുമെന്നും കേട്ടിട്ടുണ്ട്. സ്നേഹം ഭാവിച്ച് തങ്കനെയും അയാളുടെ അച്ഛനെയും വേലിനെയും തങ്ങൾക്കൊപ്പമിരുത്തി കാരണവർ മദ്യസേവ തുടങ്ങി. ഇത്രയും നല്ലൊരു വനപാലകൻ മറയൂരിൽ വന്നിട്ടില്ലെന്നാണ് അവിടെയുള്ളവർക്ക് തോന്നിയത്. അടുത്ത ദിവസം പുലർച്ചെ ചന്തയിലേക്ക് പുറപ്പെടും മുമ്പ് സൂര്യകാന്തി പരമശിവയോട് പറഞ്ഞു. അച്ഛാ, ഞാൻ നമ്മുടെ ഈ തോക്ക് വനത്തിൽ എവിടെയും ഒളിച്ചു വയ്ക്കാൻ പോവുകയാ. പരമശിവ സംശയത്തോടെ മകളെ നോക്കി. അതെന്തിനാടി? അപകടം ഏതു വഴിയാ വരുന്നതെന്ന് അറിയില്ലല്ലോ. ലൈസൻസ് ഇല്ലാത്ത തോക്കല്ലേ. നമ്മളെ ജയിലിലാക്കാൻ ഇത് മാത്രം മതി. സൂര്യകാന്തി തോക്കെടുത്ത് ചണച്ചാക്കിൽ പൊതിഞ്ഞു കെട്ടി. 20ഓളം വെടിയുണ്ടകൾ അവിടെയുണ്ടായിരുന്നു. അതൊരു മുളങ്കുറ്റിയിൽ നിറച്ച് മുകളിൽ കുറെ പ്ലാസ്റ്റിക് കുത്തിത്തിരുകി. ശേഷം അതുമായി ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ മടങ്ങിയെത്തി. എവിടാ അത് വെച്ചത്? പരമശിവ തിരക്കി. അത് തൽക്കാലം അച്ഛൻ അറിയാതിരിക്കുന്നതാ നല്ലത്. കാരണം ആരെങ്കിലും ചോദ്യം ചെയ്താൽ പറഞ്ഞു പോയാലോ? അവൾ ചിരിച്ചു. ഓ, നീ ദൃശ്യം സിനിമ കണ്ടായിരുന്നു അല്ലേ? അയാൾ അവളെ കളിയാക്കി. സൂര്യകാന്തി വിഷയം മാറ്റി. സമയം ഒത്തിരി വൈകി അച്ഛാ. അവൾ ഇറച്ചി നിറച്ച പെട്ടി ഓട്ടോയിൽ കയറ്റി. പിന്നെ പരമശിവയും അവളും കയറി. അവർ പോയി ഏതാണ്ട് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മുറ്റത്ത് ഒരു ബുള്ളറ്റ് ബൈക്ക് വന്നു നിന്നു. റേഞ്ചർ കാരണവർ കേശവും ഡ്രൈവർ സണ്ണിമോനും അതിൽ നിന്ന് ഇറങ്ങി. ബാക്കി ഭാഗം മറ്റന്നാൾ.